വിശുദ്ധ വേദപുസ്തകം പരിശോധിച്ചാൽ ഏറ്റവും ആദ്യത്തെ പുസ്തകം മുതൽ ഏറ്റവും അവസാനത്തെ പുസ്തകം വരെ, അതായത് ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ ഹിഡനായിട്ടാണെങ്കിലും ഒളിഞ്ഞിരിക്കുന്നതാണെങ്കിലും ഒരു വലിയ പ്രസ്താവനയുണ്ട്. ഒരു ഒളിഞ്ഞിരിക്കുന്ന പ്രസ്താവനയുണ്ട്. It's a hidden statement which is echoing right from the first book till the end. You know what is that statement? Prepare to meet your Lord. നിന്റെ കർത്താവിനെ എതിരേൽക്കുവാൻ ഒരുങ്ങിക്കൊള്ളുക. Be ready to meet your Lord. Praise the Lord. നിന്റെ കർത്താവിനെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. Praise God. ദൈവവചനം നമ്മളെ ഒരുക്കാൻ വേണ്ടി ദൈവം തന്നിരിക്കുന്നതാണ്. Word of God is to prepare us for the future. Praise the Lord. ഭാവിയിലേക്ക് നമ്മളെ ഒരുക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. ഈ വചനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ ഈ വചനം നമ്മൾ കേൾക്കുമ്പോൾ നമ്മളിൽ സംഭവിക്കുന്ന പ്രവൃത്തി എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു സ്റ്റെപ്പ് കൂടെ മുന്നോട്ട് ആകും. ദൈവത്തോട് അടുക്കുവാൻ, പ്രൈസ് ദി ലോർഡ്, ദൈവത്തെ എതിരേൽക്കുവാൻ, അവനോടായിത്തീരുവാൻ. അവൻ മധ്യാകാശത്തിങ്കിൽ വരുമ്പോൾ, വാഗ്ദത്ത പ്രകാരം അവൻ വരുമ്പോൾ അവനെ എതിരേൽക്കുവാൻ തക്കവണ്ണം നമ്മൾ ഒന്നുകൂടെ ഒരുങ്ങും. പ്രൈസ് ദി ലോർഡ്. അതായിരിക്കണം ദൈവത്തിന്റെ വചനം നമ്മളിൽ പ്രവർത്തിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് മൾട്ടിപ്ലൈഡ് ബില്യൺസ് ഓഫ് പീപ്പിൾ അറൗണ്ട് അസ്, ലോകത്തിലുള്ള ബില്യൺസ് ഓഫ് ആൾക്കാർക്ക് അത് ഒരു പ്രത്യേകതയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്നും അല്ല. പ്രൈസ് ഗോഡ്. അത് അവർക്ക് വലിയ പ്രാധാന്യമുള്ളതൊന്നുമല്ല. പക്ഷേ യേശു കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് ദൈവത്തിന്റെ കൃപയാൽ ദൈവജനമാക്കി വേർതിരിക്കപ്പെട്ട നമുക്ക് ഇറ്റ്സ് എ വേക്കപ്പ് കോൾ. പ്രൈസ് ദി ലോർഡ്. അത് നമുക്ക് ഒരുങ്ങുവാനുള്ള ഒരു കോളാണ്. പ്രൈസ് ദി ലോർഡ്. ഇറ്റ്സ് എ വേക്കപ്പ് കോൾ. ഹല്ലേലൂയ. അത് കേൾക്കുമ്പോഴൊക്കെയും നമ്മൾ ശോധന ചെയ്യണം. ആം ഐ റെഡി? ആം ഐ റെഡി? എപ്പോഴും നമ്മൾ നമ്മളെ തന്നെ ശോധന ചെയ്യണം. ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്ന ചിന്ത ഇതായിരിക്കണം. ആം ഐ റെഡി ടു റിസീവ് മൈ ലോർഡ്? ആം ഐ റെഡി ടു ഫേസ് മൈ ലോർഡ്? ഇന്നത്തെ രാത്രി എന്റെ മരണം സംഭവിച്ചാൽ, ഇന്ന് രാത്രി ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഞാൻ ഉണരുന്നത് സ്വർഗത്തിലാണെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഞാൻ ഉണരുന്നത് ദൈവത്തിന്റെ സന്നിധിയിലാണെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ആം ഐ റെഡി ടു ഫേസ് ഹിം? പ്രൈസ് ഗോഡ്. ഇന്നത്തെ രാത്രി നമ്മുടെ ചിന്തകൾ അതായിരിക്കണം പ്രിയപ്പെട്ടവരെ. ദൈവത്തിന്റെ വചനത്തിന്റെ ഉദ്ദേശം അതാണ്. പ്രൈസ് ഗോഡ്. നമ്മൾ ഇന്നത്തെ രാത്രി ചിന്തിക്കേണ്ട ഒരു വലിയ സത്യമുണ്ട്. മരിച്ചുപോയവരും ഇന്ന് ജീവിച്ചിരിക്കുന്നവരും ഇനി ജനിക്കുവാൻ പോകുന്നവരും ഒരുപോലെ യേശു കർത്താവിന്റെ മുമ്പിൽ നിൽക്കേണ്ടവരാണ്. പ്രൈസ് ദി ലോർഡ്. Everyone, each and everyone who were born, who are no more now, who are living now, who are yet to be born, every single person on the face of this earth has to stand before the Lord one day. Praise God. That is an eternal truth. It's a reality. Praise the Lord. That reality had changed my life. Praise God. ആ യാഥാർത്ഥ്യമാണ് എന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയത്. ഞാൻ ഒരു നാളിൽ എന്റെ കർത്താവിന്റെ മുമ്പിൽ നിൽക്കേണ്ടവനാണ്. പ്രൈസ് ഗോഡ്. ഇന്നത്തെ രാത്രി ആ വലിയ സത്യം നമ്മൾ മനസ്സിലാക്കണം. അനേകർ ആ സത്യം കേൾക്കുമ്പോൾ ഞെട്ടലോടാ കേൾക്കുന്നത്. അത് അനേകർക്ക് ഡിസ്കംഫർട്ട് ഉണ്ടാക്കും. ഇന്നത്തെ രാത്രി ഇവിടെ ഇരിക്കുന്നവരോ അല്ലെങ്കിൽ എന്നെ കേൾക്കുന്നവർ ആരെങ്കിലും അവർ ഒരു പക്ഷെ ചിലർ ഞെട്ടലോടാ കേൾക്കുന്നത്. ഡു ഐ ഹാവ് ടു സ്റ്റാൻഡ് ബിഫോർ ദ ലോർഡ് വൺ ഡേ? പക്ഷേ ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അത് കേൾക്കുന്നത് സന്തോഷമാണ്. Praise God. Yes, I am going to face my Lord one day. I want to look at him, the one who has died for my sins. Hallelujah. എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച എന്റെ കർത്താവിനെ എനിക്കൊന്ന് കാണണം. Praise God. Hallelujah. ഞാൻ ഒന്നും അല്ലാതിരുന്നപ്പോൾ, Hallelujah, ഞാൻ പാപിയായി ജീവിച്ചപ്പോൾ, Hallelujah, എനിക്ക് വേണ്ടി മരിച്ച, എന്നെ വീണ്ടെടുത്ത, നിത്യ നരകത്തിന്റെ അവസ്ഥയിൽ നിന്ന് നിത്യ സ്വർഗത്തിന്റെ മഹത്വത്തിലേക്ക് എന്നെ കൊണ്ടുവന്ന എന്റെ കർത്താവിനെ ഒന്ന് കാണണം. Praise God. Hallelujah. സ്തോത്രം. 2000 വർഷങ്ങൾക്ക് മുമ്പ് യെരൂശലേം തെരുവീതിയിലൂടെ എനിക്ക് വേണ്ടി ക്രൂശ് ചുമന്ന ആ കർത്താവിന്റെ മുഖം ഒന്ന് കാണണം. ആർ യു എക്സൈറ്റഡ് ടു സീ ഹിം? ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ആ എക്സൈറ്റ്മെന്റ് ഉണ്ടോ? യേശു കർത്താവിനെ എനിക്കൊന്ന് കാണണമെന്ന്. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ യേശു കർത്താവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അവന്റെ മഹത്വത്തെ കുറിച്ച്, അവന്റെ സ്വഭാവ മഹിമയെ കുറിച്ച്, അവന്റെ കരുതലിനെ കുറിച്ച്, അവന്റെ കരുണയെ കുറിച്ച്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മറ്റുള്ളവരോടുള്ള അവന്റെ ദയയെ കുറിച്ച്. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിലെ സകല മഹത്വങ്ങളും വെടിഞ്ഞ് നമ്മുടെ ഗുണം മാത്രം നോക്കി സ്വർഗ മഹിമ വെടിഞ്ഞ് ഇറങ്ങി വന്ന് നമ്മളെ പോലെ ഒരുവനായി ജീവിച്ച അവന്റെ കരുണയെ കുറിച്ച് ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. കാൽവരി ക്രൂശിൽ കിടന്നുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. ഹല്ലേലൂയ. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാൻ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചത്.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് ലോകത്തെ പഠിപ്പിച്ച കർത്താവിനെ, പ്രൈസ് ഗോഡ്, ഈ കർത്താവിനെ ഒന്ന് കാണുക എക്സൈറ്റ്മെന്റ്. പ്രൈസ് ദി ലോർഡ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സൈറ്റ്മെന്റ് ആണ് ലോകം ഞെട്ടലോടെ കാണുന്നത്, ലോകം ഞെട്ടലോടെ കേൾക്കുന്നത്. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹത്തിൻ്റെതാണ്, പ്രത്യാശയുടേതാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, ഐ വാണ്ട് ടു നോ ജീസസ് ക്രൈസ്റ്റ്. പ്രൈസ് ദി ലോർഡ്. ഐ വാണ്ട് ടു നോ ഹിം. പ്രൈസ് ഗോഡ്. എനിക്ക് അവനെ ഒന്ന് അറിയണം, എനിക്ക് അവനെ ഒന്ന് അറിയണം. പ്രൈസ് ദി ലോർഡ്. ഐ വാണ്ട് ടു നോ ഹിം. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ഐ വാണ്ട് ടു നോ ദ പവർ ഓഫ് ഹിസ് റിസറക്ഷൻ. I want to share, hallelujah, I want to know these sufferings which he had gone through. Praise the Lord. I want to know, I want to be conformable to the, hallelujah, I want to be conformable unto his death. Praise the Lord. അവന്റെ മരണത്തോടെ എനിക്ക് ഏകീഭവിക്കണം. I want to know him. That was his ultimate desire. പോൾ ജീവിച്ച ആ കാലഘട്ടം മുഴുവനും, ഹല്ലേലൂയ, എപ്പോൾ പോളിനെ വിളിച്ച് ചോദിച്ചാലും, പൗലോസിനെ എപ്പോൾ വിളിച്ച് ചോദിച്ചാലും നിന്റെ ജീവിതത്തിലെ ആഗ്രഹം എന്തെന്ന് ചോദിച്ചാൽ ഒന്ന് മാത്രമേ പറയാൻ പറ്റൂ, I want to know him. ഇന്നലെ എന്തായിരുന്നു നിന്റെ ആഗ്രഹം? ഐ വാണ്ട് ടു നോ ഹിം. ഇന്ന് എന്താണ് നിന്റെ ആഗ്രഹം? ഐ വാണ്ട് ടു നോ ഹിം. നാളെ നിന്റെ ആഗ്രഹം എന്താ? ഐ വിൽ വാണ്ട് ടു നോ ഹിം. പ്രൈസ് ദി ലോർഡ്. എനിക്ക് അവനെ അറിയണം, അത് മാത്രം മതി. ഓരോ ദിവസവും എനിക്ക് അവനെ അറിയണം. മോർ ആൻഡ് മോർ ആൻഡ് മോർ. നിങ്ങൾക്കറിയാമോ, സങ്കീർത്തനത്തിൽ മനോഹരമായ ഒരു വാക്യമുണ്ട്. 42-ാം സങ്കീർത്തനം 1-ാം വാക്യം ഇങ്ങനെ പറയുന്നു. ദാവീദ് പാടുകയാണ്, മാൻ നീർത്തോടിലേക്ക് പോകുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. Hallelujah. As the heart pants towards the water brooks, so is my heart pants for you, my Lord. Praise God. Hallelujah. മാൻ നീർത്തോടുകളിലേക്ക് പോകുവാൻ കാക്ഷിക്കുന്നത് പോലെ എന്റെ ദൈവമേ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. Praise the Lord. പഴയ നിയമത്തിൽ ജീവിച്ചിരുന്ന ദാവീദിന്റെ ആഗ്രഹം അതാണ്. ദൈവത്തെ കാണുന്ന, ദൈവത്തെ കണ്ടുമുട്ടുന്ന, ദൈവവചനത്തിലൂടെ അവരെ അറിയുന്ന ഒരു വ്യക്തിയുടെ ഹൃദയത്തിലെ എപ്പോഴുമുള്ള ആഗ്രഹം, I want to know him, I want to see him, I want to join him. Praise the Lord. ഇതാണ് അവരുടെ ആഗ്രഹം. ഒരു ദാഹമുണ്ട്. ഹല്ലേലൂയ. അവനെ കാണുന്നത് വരെ തീരാത്ത ഒരു ദാഹം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മൾ വെള്ളമൊക്കെ കുടിക്കുമ്പം അതുവരെയുള്ള ദാഹമൊക്കെ അങ്ങ് തീർന്നു പോകും. നിങ്ങൾ ആരെങ്കിലും ദാഹിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഹാവ് യു എവർ ബീൻ തേഴ്സ്റ്റി ഫോർ വാട്ടർ? എത്രയോ പ്രാവശ്യമുണ്ട്. രാവിലെ സ്കൂളിൽ കൊണ്ടുപോകുന്ന വാട്ടർ ബോട്ടിൽ വെള്ളം തീർന്നു കഴിഞ്ഞാൽ പിന്നെ ചിലരുണ്ട് വീട്ടിൽ വന്നിട്ട് കുടിക്കത്തുള്ളൂ. കണ്ടിരിക്കുന്നവർക്ക് വൈകിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടി വരുമ്പോൾ എന്തൊരു ദാഹമല്ലേ. എന്നാൽ ഒരു ഗ്ലാസോ 2 ഗ്ലാസോ വെള്ളം കുടിച്ചു കഴിയുമ്പോൾ നമ്മുടെ ദാഹം അങ്ങ് തീരും. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, ഇങ്ങനെ ദാഹിക്കുന്ന ഒരാളുടെ മുമ്പിൽ നിന്ന് വേറൊരാൾ വെള്ളം കുടിക്കുന്നത് കണ്ടാൽ ഈ ദാഹിക്കുന്ന ആളുടെ ദാഹം തീരുമോ? തീരത്തില്ല, ഒരിക്കലും തീരത്തില്ല. നമ്മൾ തന്നെ ആ വെള്ളം കുടിക്കണം. പ്രൈസ് ഗോഡ്. ദാഹിക്കുന്ന വ്യക്തി തന്നെ വെള്ളം കുടിച്ചെങ്കിലേ അവന്റെ ദാഹം തീരത്തുള്ളൂ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ ദാഹം എന്ന് പറയുന്നത് മറ്റൊരാളുടെ ദാഹം തീരുമ്പോൾ നമ്മുടെ ദാഹം തീരത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇറ്റ് ഈസ് എ thirst for which we need a quenching. Praise the Lord. We need to have our thirst quenched by someone or something. Praise the Lord. ഇന്നത്തെ രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, പൗലോസിന്റെ ഹൃദയത്തിൽ ഒരു ദാഹം ഉണ്ടായിരുന്നു, ദാവീദിന്റെ ഹൃദയത്തിൽ ഒരു ദാഹം ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ രാത്രിയിൽ എന്റെയും നിന്റെയും ഹൃദയത്തിൽ ആ ദാഹമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജീവിക്കാൻ ആഗ്രഹമുള്ളത് ആർക്കാണെന്ന് അറിയാമോ? ഒരു ഡെസ്റ്റിനേഷൻ ഉള്ളവർക്കാണ്. ഇവിടെ ആരെങ്കിലും ഒരാൾ ബസ് സ്റ്റോപ്പിലോട്ട് പോയി നിൽക്കുകയാണെന്ന് വെച്ചോ, നമ്മൾ ചോദിക്കുകയെന്ന് വെച്ചോ, എങ്ങോട്ട് പോകാൻ നിൽക്കുക? അങ്ങനൊന്നുമില്ല, വണ്ടി വരുമ്പോൾ കയറിയിരിക്കണം. അതെന്തോ പോക്കാതെ. നമ്മൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ നമുക്കൊരു ഡെസ്റ്റിനേഷൻ ഉണ്ട്, എവിടെയാണ് നമ്മൾ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഡെസ്റ്റിനേഷൻ ഇല്ലാത്ത ഒരു വ്യക്തിക്ക് മുന്നോട്ട് യാത്ര ചെയ്യാൻ പറ്റത്തില്ല. എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, നിനക്ക് ജീവിക്കണമെന്ന് തോന്നുന്നത് എപ്പോഴാണെന്നറിയാമോ? നിന്റെ മുമ്പിൽ നീ ഒരു ഗോൾ സെറ്റ് ചെയ്യപ്പെടാം. ഹല്ലേലൂയ. നിന്റെ മുമ്പിൽ ഒരു ഡിസയർ സെറ്റ് ചെയ്യപ്പെടാം. എത്രയോ ബിസിനസ്മെൻ ഉണ്ടെന്ന് അറിയാമോ? രാത്രിയിൽ ഉറങ്ങാതെ, പ്രൈസ് ഗോഡ്, അവരിൽ ഓരോരോ ഹല്ലേലൂയ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുക. പുതിയ പുതിയ പ്രൊഡക്ട്സിനെ കുറിച്ച് പഠിക്കുകയാണ്, പുതിയ പുതിയ ഫോർമുലയെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയാണ്, പുതിയ മാർക്കറ്റിനെ കുറിച്ച് അവർ ചിന്തിക്കുകയാണ്. എന്തിനെന്നറിയാമോ? They want to become more and more and more richer. Praise the Lord. അവർക്ക് ഒരു അറിയപ്പെടുന്ന ബിസിനസ്സുകാരനാകണം. കുഞ്ഞുങ്ങൾ രാത്രിയിൽ നിന്ന് പഠിക്കുന്നത് കണ്ടിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. എന്തിനാ അവർ ഉറക്കത്തിലിരുന്ന് പഠിക്കുന്നത്? അവർക്കൊരു ലക്ഷ്യമുണ്ട് എത്തുവാൻ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ രാത്രി നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. അനേകർ അധ്വാനിക്കുക, പ്രൈസ് ഗോഡ്, അവരുടെ ലക്ഷ്യത്തിലെത്തുവാൻ. ഇന്നത്തെ രാത്രി ദൈവപൈതലേ, നിനക്കും ഒരു ലക്ഷ്യമുണ്ട്. ഹല്ലേലൂയ. ഇന്നത്തെ രാത്രി ആ ലക്ഷ്യത്തെ കുറിച്ച് നീ അറിഞ്ഞെങ്കിൽ മാത്രമേ നിന്റെ ജീവിതം, പ്രൈസ് ദി ലോർഡ്, ഇഫക്റ്റീവ് ആകത്തുള്ളൂ.
പ്രൈസ് ദി ലോർഡ്. അല്ലെന്നുണ്ടെങ്കിൽ മുമ്പ് നമ്മുടെ സങ്കീർത്തനത്തിലൂടെ ബ്രദർ പറഞ്ഞ പോലെ കേട്ടതുപോലെ നമ്മുടെ ജീവിതം ഹല്ലേലൂയ ഇറ്റ്സ് ലൈക്ക് എ പീസ് ഓഫ് റോട്ടൻ വുഡ് ഓൺ ദ ഫേസ് ഓഫ് ദ വാട്ടർ, സർഫസ് ഓഫ് ദ വാട്ടർ. വെള്ളത്തിന്റെ പുറത്ത് കിടക്കുന്ന ഒരു ഉണക്ക തടിയുടെ കൊണ്ടിരിക്കും. അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊയ്ക്കൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. അതിനൊരു ഡെസ്റ്റിനേഷൻ ഇല്ല. ഒരു ഷിപ്പിനോ ഒരു ബോട്ടിനോ ഉള്ളതുപോലെ ആ റോട്ടൻ വുഡിന്, ആ പീസ് ഓഫ് ലോഗിന് ഒരു ലക്ഷ്യവുമില്ല. എന്റെയും നിന്റെയും ജീവിതം അങ്ങനെയാകരുത്. പ്രൈസ് ദി ലോർഡ്. ഒരു വർഷം മുമ്പ് നിന്നെ ഞാൻ എവിടെ കണ്ടുവോ അവിടെ ആയിരിക്കരുത് ഒരു വർഷത്തിന് ശേഷം നിന്നെയും എന്നെയും ദൈവം കാണപ്പെടാൻ. നമ്മൾ ഒത്തിരി മുന്നോട്ട് പോയിരിക്കണം. പ്രൈസ് ഗോഡ്. ഇന്നത്തെ രാത്രി ഹല്ലേലൂയ നമുക്കൊരു ദാഹമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു ലക്ഷ്യമുണ്ടോ? പ്രൈസ് ഗോഡ്. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ ഒരു മനോഹര വാക്യമുണ്ട്. നിങ്ങൾ എന്നെ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ കണ്ടെത്തും. പ്രൈസ് ദി ലോർഡ്. If you seek me with all your heart, you shall find me. Praise the Lord. If you seek me diligently, you shall find me. Praise the Lord. ഇന്നത്തെ രാത്രി കർത്താവിന്റെ വാഗ്ദത്തം എന്താണെന്നറിയാമോ? യെരമ്യാ പ്രവാചകന്റെ പുസ്തകം നമ്മൾ ഇന്ന് പഠിക്കേണ്ട പുസ്തകമാണ്. ഹല്ലേലൂയ, സ്തോത്രം. അന്ന് അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ ആ സമൂഹം അദ്ദേഹത്തെ അംഗീകരിച്ചില്ല. യഹൂദ മേലധ്യക്ഷന്മാർ അദ്ദേഹത്തെ അംഗീകരിച്ചില്ല. യഹൂദ ജനം അദ്ദേഹത്തിന് ചെവി കൊടുത്തില്ല. എങ്കിലും ഹല്ലേലൂയ, ദൈവത്തിൽ നിന്ന് ലഭിച്ച ദൂത് ദൈവജനത്തോട് അറിയിക്കുകയാണ്, നിങ്ങൾ ദൈവമക്കളാണ് ശരി, പക്ഷേ നിങ്ങൾക്ക് ദൈവത്തെ കണ്ടെത്തുവാൻ കഴിയുകയില്ല. Unless you seek him diligently, unless you seek with all your heart. Praise the Lord. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിച്ചില്ലെങ്കിൽ നിങ്ങൾ അവനെ കണ്ടെത്തുകയില്ല. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഇന്നത്തെ രാത്രി എന്റെയും നിന്റെയും ജീവിതം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഒന്ന് മെഷർ ചെയ്യുകയാണെങ്കിൽ, എന്റെയും നിന്റെയും ഉൾക്കരുത്ത് എന്തെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇന്നത്തെ രാത്രി നമുക്കൊന്ന് റിവീൽ ചെയ്യുകയാണെങ്കിൽ ഹല്ലേലൂയ, വലിയ സത്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവം നമ്മളെ ആഗ്രഹിച്ചിരിക്കുന്നിടത്ത് എങ്ങും നമ്മൾ എത്തിയിട്ടില്ല. We are millions of miles away from his plans. Hallelujah. അവന്റെ പദ്ധതിയിൽ നിന്ന് നമ്മൾ മില്യൺസ് ഓഫ് മൈൽസ് അകലെയാണ്. ഡെലിജന്റ്ലി സീക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഞാൻ പണ്ടൊരിക്കൽ നിങ്ങളോട് പറഞ്ഞില്ലേ, നമ്മൾ ഇവിടെ അങ്ങോട്ട് ഇറങ്ങി പോകുമ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഒരു 50 പീയുടെ ഒരു കോയിൻ, 50 പീയുടെ ഒരു കോയിൻ താഴെ പോയെന്ന് വെച്ചോ. നമ്മൾ എത്ര നേരം ആ കോയിൻ നോക്കും? അവിടെ നിന്നുണ്ട് 5 minutes, 10 minutes ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുക. കാടും അതെല്ലാം മാറ്റിക്കൊണ്ട് നോക്കുക. ആൾക്കാർക്ക് ചോദിക്കുക, വാട്ട് ആർ യു ലുക്കിംഗ് ഫോർ മാൻ? അപ്പൊ നമ്മൾ പറയാം, എൻ്റെ ഒരു 50 പി ഇവിടെ പോയി. അദ്ദേഹം പോയി അപ്പുറത്തൊക്കെ പോയിട്ട് എന്തൊക്കെ കണ്ടിട്ട് തിരിച്ചു വന്നു. 1 മണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക. വാട്ട് ആർ യു ലുക്കിംഗ് ഫോർ? യു ഹാവൻ ഫൗണ്ട്. നീ നിന്റെ 50 പി ഇതുവരെ കണ്ടില്ലയോ? നമ്മൾ എത്ര നേരം നോക്കും? 5 മിനിറ്റ്, 10 മിനിറ്റ്? എനിക്ക് തോന്നുന്നില്ല 10 മിനിറ്റ് കൂടുതൽ 50 പിക്ക് വേണ്ടി ആരെങ്കിലും സമയം ചെലവഴിക്കുമെന്ന് തോന്നുന്നില്ല. അതേ സ്ഥാനത്ത് അങ്ങോട്ട് ഇറങ്ങിയ കൂട്ടത്തില് കയ്യെ കിടന്ന ഡയമണ്ടിന്റെ റിങ്ങാ പോയെങ്കിൽ എത്ര നേരം നോക്കും? 5 minutes, 10 minutes? Praise the Lord. I don't know. എന്താ വ്യത്യാസം എന്നറിയാമോ? ആ ഒബ്ജക്റ്റിന്റെ വാല്യൂ. Praise the Lord. നീ 50 പി നോക്കുന്ന ഹോൾ ഹാർട്ടഡോടല്ല. കിട്ടിയാലെ പറ്റി, കിട്ടിയില്ലേലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നീ ഡയമണ്ട് റിങ് നോക്കുന്ന, ലോസ്റ്റ് ആയിരിക്കുന്ന ഒരു ഡയമണ്ടിന്റെ റിങ് നോക്കുന്നത് ഹോൾ ഹാർട്ടഡോടാ. വേണമെങ്കിൽ ആ ഏരിയയിൽ എങ്ങും പിള്ളേർ വരാൻ സമ്മതിക്കത്തില്ല. അവരോട് പറയും, എല്ലാവരും മാറി നിന്നോളാൻ പറയും. ഇവിടെ എൻ്റെ ഒരു റിങ് പോയിട്ടുണ്ട്, ഞാനത് നോക്കിയെടുക്കാറുണ്ട്. ആൾക്കാരെ വേണമെങ്കിൽ നമ്മൾ കൂട്ടും. വേണമെങ്കിൽ ആരെയും പൈസ കൊടുത്തിട്ട് അവരെ ഹയർ ചെയ്തിട്ട് അവരെ കൊണ്ട് നോക്കിക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ രാത്രി ഒരു സത്യം മനസ്സിലാക്കണം. 50 പിയെ പോലെ യേശുവിനെ അന്വേഷിച്ചാൽ നിനക്ക് കിട്ടത്തില്ല. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ വില നീ അറിയണം. ദൈവകൃപയുടെ വില നീ അറിയണം. ദൈവ മഹത്വത്തിന്റെ വില നീ അറിയണം. ഇത്ര കാലവും നീ ഹോൾ ഹാർട്ടഡോടെ അല്ല അവനെ അന്വേഷിച്ചതെങ്കിൽ there is no wonder you couldn't find him anywhere. Praise the Lord. നിന്റെ ജീവിതത്തിൽ ഇന്നുവരെയും അവനെ കാണുവാൻ നിനക്ക് കഴിയാത്തതിന്റെ സത്യം എന്തെന്നറിയാമോ? കഴിയാത്തതിന്റെ കാരണം എന്താണെന്നറിയാമോ? നിന്റെ പൂർണ്ണ ഹൃദയത്തോടെ അല്ല നീ അവനെ അന്വേഷിച്ചത്. Praise the Lord. Hallelujah. നീ പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിച്ചിരുന്നുവെങ്കിൽ ദൈവം ഒരിക്കലും ഭോഷ്ക് പറയുന്നവരല്ല, നാം കണ്ടെത്തുമായിരുന്നു. Praise the Lord. അവന്റെ മഹത്വത്തിൽ ഹല്ലേലൂയ അവനെ നാം കണ്ടെത്തുമായിരുന്നു. പ്രൈസ് ഗോഡ്. കർത്താവിന്റെ വചനം സത്യമുള്ള വചനമാണ്. പ്രൈസ് ഗോഡ്. That can never ever go wrong. പ്രൈസ് ഗോഡ്. ഇന്നത്തെ രാത്രി ഹല്ലേലൂയ, are we longing to see Jesus? എന്റെ യേശുവേ, എനിക്ക് അങ്ങയൊന്ന് കാണണം. പൗലോസ് ആഗ്രഹിച്ചതുപോലെ, പത്രോസ് ആഗ്രഹിച്ചതുപോലെ, യോഹന്നാൻ ആഗ്രഹിച്ചതുപോലെ അവർക്കുള്ള സകലത്തെയും വിട്ട് ഹല്ലേലൂയ, അവർക്ക് ഈ ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠമെന്ന് കരുതിയ സകലത്തെയും വിട്ട് ഹല്ലേലൂയ സ്തോത്രം
ഇല്ലാത്തവർ നിന്റെ പിന്നാലെ അവരിറങ്ങി വന്നതുപോലെ അവരെന്ത് നിന്നിൽ കണ്ടുവോ എനിക്കതൊന്ന് കാണണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മൾട്ടി ബില്യണയർ ആയിരുന്ന വെരി വെരി റിച്ച് മാൻ ആയിരുന്ന പോള് തനിക്കുള്ളതൊക്കെയും ഛേദമെന്നെണ്ണി ഡങ്ങെന്നെണ്ണി അതൊക്കെയും എറിഞ്ഞു കളഞ്ഞിട്ട് ക്രിസ്തുവിനെ പ്രതി യേശുവിനെ പ്രതി ഒന്നുമില്ലാത്തവനായി യേശുവിന്റെ പിന്നാലെ പോയത് അന്ന് ആൾ പൊട്ടനായിട്ടാണ്. He had seen something in Jesus. I want to see that. ഹല്ലേലൂയ. അവൻ ഹല്ലേലൂയ എന്തുകൊണ്ട് സകലത്തെയും ഉപേക്ഷിച്ച് യേശുവിന്റെ പിന്നാലെ പോയോ? ഹല്ലേലൂയ. അവൻ എന്ത് കണ്ടിട്ട് യേശുവിനെ പിൻഗമിച്ചുവോ എനിക്കതൊന്ന് കാണണം. അത് അങ്ങനെ കണ്ടു കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്നറിയാമോ? എനിക്കും അങ്ങനെ പിൻഗമിക്കുവാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. അവന്റെ വില അറിയുമ്പോൾ, മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ അവന്റെ വില അറിയുമ്പോൾ whole heartedly I can seek after him. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ രാത്രി ക്വസ്റ്റ്യൻ ഇതാണ്, am I longing to see Jesus? ഹല്ലേലൂയ. യേശുവിനെ കാണുവാൻ എനിക്ക് ആഗ്രഹമുണ്ടോ? യേശുവിനെ കാണുവാൻ എനിക്ക് ആഗ്രഹമുണ്ടോ? പരിശുദ്ധാത്മാവ് ദൈവവചനത്തിൽ ഒരു മനോഹരമായ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിലെ 1 മുതലുള്ള വാക്യങ്ങളിലെ ഒരു മനോഹര സംഭവമുണ്ട്. എല്ലാവർക്കും പരിചിതമുള്ള ഒരു സംഭവമാണ്. യേശുവിനെ കാണാൻ ആഗ്രഹിച്ച ഒരു മനുഷ്യനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. A person who longed to see Jesus Christ. യേശു കർത്താവിനെ കാണുവാൻ ആഗ്രഹിച്ച ഒരു മനുഷ്യൻ. പ്രൈസ് ദി ലോർഡ്. അവിടെ എഴുതിയിരിക്കുന്നത് കർത്താവ് ജെറിക്കോയിൽ വന്നിട്ട് യെരിഹോവിൽ വന്നിട്ട് യെരൂശലേമിലേക്ക് നടന്നു പോകുന്ന സമയത്ത് സംഭവിച്ച ഒരു സംഭവം. അവിടെ ആ ജെറിക്കോയില് സക്കായി എന്ന് പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. സാക്കിയോസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. പ്രൈസ് ദി ലോർഡ്. സക്കായി എന്ന് പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അയാൾ ഒരു ചുങ്കക്കാരൻ. He was a tax collector and he was not an ordinary tax collector. He was a chief of the tax collectors. Tax collectors under Roman Empire എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഇൻകം ടാക്സ് കമ്മീഷണർ എന്നൊക്കെ പറയും. ആ ലെവലിലേക്ക്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ he was an income tax commissioner. നമ്മൾ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ചിന്തിക്കാം. He was an income tax commissioner. അത് മാത്രമല്ല he was a Jew. അയാൾ യഹൂദനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് തന്നെ പറയുന്നുണ്ട് ഇവനും അബ്രഹാമിന്റെ സന്തതിയാകയാൽ. അതിന്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ അബ്രഹാമിന്റെ ഡിസെൻഡന്റ് ആണ്. അതുകൊണ്ട് he was a Jew but all Jews hated him. പബ്ലിക്കൻസിനെയും ടാക്സ് കളക്ടേഴ്സിന് വേറൊരു പേര് അറിയപ്പെടുന്നുണ്ട്, പബ്ലിക്കൻസ്. പബ്ലിക്കൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ an owner of a pub എന്നാണ്. an owner of a pub. അതർവൈസ് റോമൻ എംപയറിന് താഴെയുള്ള ടാക്സ് കളക്ടേഴ്സിനെ അന്നത്തെ കാലഘട്ടത്തിൽ വിളിച്ചിരുന്ന പേരാണ് പബ്ലിക്കൻസ്. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ പബ്ലിക്കൻസിനെ സിന്നേഴ്സ് എന്ന് അന്നത്തെ ജനം ചിന്തിച്ചതെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കാര്യം റോമൻസ് എന്ന് പറഞ്ഞാൽ അവർ ഹീത്തൻസ് ആയിരുന്നു. അതിൽ അവർ ജാതികളായിരുന്നു. വിഗ്രഹങ്ങളെയൊക്കെ ആരാധിക്കുന്നവര്, ലോകത്തിൽ ഇങ്ങനെ ജീവിക്കുന്നവര്, ലോകമോഹങ്ങളിൽ ജീവിക്കുന്നവർ, ദൈവത്തെ അറിയാത്തവര്, അവരുമായിട്ടുള്ള അസോസിയേഷനാണ് പബ്ലിക്കൻസിനുള്ളത്. ടാക്സ് കളക്ടേഴ്സിന്റെ അസോസിയേഷൻസ് അവരുടേതായതുകൊണ്ട് പ്രൈസ് ഗോഡ് യഹൂദന്മാരെ ടാക്സ് കളക്ടേഴ്സിനെ വെറുത്തിരുന്നു. നമുക്കറിയാം ബ്രിട്ടീഷ് രാജ് നാട്ടിലായിരുന്ന സമയത്ത്, ബ്രിട്ടീഷ് സാമ്രാജ്യം നാട്ടിലുള്ളപ്പോൾ, ബ്രിട്ടീഷിന്റെ റൂളർഷിപ്പിലായിരുന്നപ്പം നാട്ടിലുള്ള പല വ്യക്തികളെയും ബ്രിട്ടീഷുകാർ ജോലിക്കാരായിട്ട് വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അവരുടെ പോലീസിൽ, അവരുടെ ക്ലറിക്കൽ സൈഡിലൊക്കെ ട്രാൻസ്ലേഷനൊക്കെ ആയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ അവരെയൊക്കെ നമ്മുടെ നാട്ടുകാർക്ക് ഇഷ്ടമല്ലായിരുന്നു. മനസ്സിലായോ? ബ്രിട്ടീഷുകാരുടെ കൂടെ ചേർന്ന് ജോലി ചെയ്യുന്ന, ബ്രിട്ടീഷുകാരുടെ അണ്ടറിൽ ജോലി ചെയ്യുന്ന അവരെ ആരെയും നമ്മുടെ നാട്ടിലുള്ള രാജാക്കന്മാർക്കോ ചെറിയ ചെറിയ രാജാക്കന്മാർക്കോ നാട്ടിലുള്ള വ്യക്തികൾക്കോ ഇഷ്ടമല്ലായിരുന്നു. കാരണം എന്താണെന്നറിയാമോ? ദെയർ അസോസിയേഷൻ വിത്ത് ദി ബ്രിട്ടീഷ്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ റോമൻസുമായിട്ടുള്ള അസോസിയേഷൻസ് ടാക്സ് കളക്ടേഴ്സിന് ഉള്ളത് കൊണ്ട് ടാക്സ് കളക്ടേഴ്സിനെ യഹൂദന്മാർക്ക് ഇഷ്ടമല്ലായിരുന്നു. കാരണം യഹൂദന്മാരെ അന്ന് ഭരിച്ചുകൊണ്ടിരുന്നത് റോമൻസ് ആയിരുന്നു. രണ്ടാമത്തെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ടാക്സ് കളക്ടേഴ്സിന് വേറൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അവർ പറയുന്ന ടാക്സിനേക്കാൾ കൂടുതൽ ആൾക്കാരിൽ നിന്ന് ഈടാക്കും. എന്നിട്ട് ഈ എക്സ്ട്രാ വാങ്ങിക്കുന്ന പൈസ അവരുടെ സ്വന്തം പോക്കറ്റിൽ. അങ്ങനെ they became exemplary rich. Praise the Lord. അവർ ഒത്തിരി റിച്ച് ആയി. Praise the Lord. അപ്പോൾ ഒരു ടാക്സ് കളക്ടർ എന്ന് പറഞ്ഞാൽ he was a prominent person in that city. Praise the Lord. ഒരു ടാക്സ് കളക്ടർ എന്ന് പറഞ്ഞാൽ വളരെ വെൽത്തി ആയിരിക്കും. അതുപോലെ തന്നെ വളരെ അറിയപ്പെടുന്ന ഒരു മനുഷ്യൻ. നമുക്കറിയാം ഇൻകം ടാക്സ് കമ്മീഷണേഴ്സിനെ കുറിച്ചൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം അല്ലേ? കാരണം അധികം ആൾക്കാരൊന്നും അങ്ങനെയുള്ളവർ ആ ലെവലില് ആ പ്രിവിലേജിലുള്ളവരില്ല. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. അതുപോലെ ഒരാളായിരുന്നു ആര്? സക്കായി. ഇപ്പൊ മനസ്സിലായല്ലോ സക്കായിയുടെ സോഷ്യൽ സ്റ്റാറ്റസ്. പ്രൈസ് ദി ലോർഡ്. ഈ സക്കായിയാണ് ഇതിനകത്തെ ഈ സംഭവത്തിലെ കഥാപാത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ 19-ാമത്തെ അധ്യായത്തില് ഇങ്ങനെയാണ് വായിക്കുന്നത്. പ്രൈസ് ഗോഡ്. യേശു ജെറിക്കോയിൽ വന്നിട്ട് ഇങ്ങനെ കടന്നു പോകുമ്പോൾ സക്കായി എന്നു പേരുള്ള ഒരു മനുഷ്യൻ, പ്രൈസ് ദി ലോർഡ്, യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണാൻ
ശ്രമിച്ചു, ആഗ്രഹിച്ചു. Praise the Lord. Hallelujah. Zacchaeus was an income tax commissioner in Jericho. He was living over there. He must have heard of Jesus many times through many people. Praise the Lord. Hallelujah. ഈ സഖായിക്ക് യേശുവിനെ കുറിച്ച് ഒത്തിരി കേട്ടിട്ടുണ്ട്. യേശുവിന്റെ കരുണയെ കുറിച്ച്, അവന്റെ അത്ഭുതങ്ങളെ കുറിച്ച്, അവന്റെ ടീച്ചിങ്ങിനെ കുറിച്ചൊക്കെ ഒരു പക്ഷേ സഖായി കേട്ടിട്ടുണ്ടാകാം. എങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സഖായി അറിയുന്നത് യേശു ഈ വഴി കടന്നു പോകാൻ വരുന്നെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കണം, ഇത്രയും സോഷ്യൽ സ്റ്റാറ്റസ് ഉള്ള ഒരു മനുഷ്യന് പെട്ടെന്ന് ഹല്ലേലൂയ അവന്റെ ഹൃദയത്തിലേക്ക് ഒരു ചിന്ത കടന്നു വരികയാണ്, ഐ വാണ്ട് ടു സീ ജീസസ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു കാര്യം ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, രക്ഷയിലേക്കുള്ള ആദ്യത്തെ വഴിയാണ് യേശുവിനെ കാണണമെന്നുള്ള ആഗ്രഹം നിന്റെ ഹൃദയത്തിൽ വരിക എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. If you have a desire in your heart to know Jesus, to see Jesus, that is the first step towards salvation. Praise the Lord. രക്ഷയിലേക്കുള്ള ആദ്യത്തെ വഴിയാണ് അവനെ കാണുക എന്നുള്ള ആഗ്രഹം. ഈ ലോകത്ത് അനേകർ യേശുവിനെ കുറിച്ച് കേൾക്കുന്നുണ്ട്, ഈ ലോകത്ത് അനേകർ യേശുവിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. തീസിസ് എഴുതുവാൻ, ഡോക്ടറേറ്റ് എഴുതുവാൻ, മറ്റ് എക്സാംസ് ഒക്കെ എഴുതുവാൻ, അല്ലെങ്കിൽ കോർട്ടില് ക്രിസ്ത്യൻസിന് വേണ്ടി വാദിക്കുവാൻ ഒക്കെ വക്കീലന്മാരിരുന്ന് ക്രിസ്തീയ പ്രമാണങ്ങളൊക്കെ പഠിക്കാറുണ്ട്. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള വലിയ ജനസമൂഹത്തിന്റെ നിലയില് ഈ ലോകത്തിന്റെ നടുവില് അവിടുന്നോ ഇവിടുന്നോ ഇത് ഒരാള് ആഗ്രഹിക്കുകയാണ് യേശു എങ്ങനെയുള്ളവൻ എന്നെനിക്കൊന്ന് അറിയണം. പ്രൈസ് ദി ലോർഡ്. ഐ ടെൽ യു, that is the first step towards salvation. Praise the Lord. ഈ മനുഷ്യന് അങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ടായി. ആഗ്രഹം ഉണ്ടായപ്പോൾ അടുത്ത സെന്റൻസ് എന്തോന്ന് പറയുന്നത് അറിയാമോ? നിങ്ങളത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്ന് പേരുള്ള ഒരു പുരുഷൻ യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു. അടുത്ത വചനം എഴുതുന്നത്, വളർച്ചയിൽ കുറുകിയവനാകൊണ്ട് പുരുഷാരം നിമിത്തം കഴിഞ്ഞില്ല. Praise the Lord. When he had a desire in his heart to know Jesus, to see Jesus, immediately he came to know about his own shortcomings. Praise the Lord. അവന്റെ കുറവിനെ കുറിച്ച് അപ്പോൾ അവന് ബോധ്യമായി. എന്താണെന്നറിയാമോ? ഞാൻ ചെറിയവനാണ്. Praise the Lord. ഞാൻ കുറുകിയവനാണ്. I am a short guy. Praise the Lord. അത് മാത്രമല്ല, ഈ അവസ്ഥയിൽ എനിക്ക് യേശുവിനെ കാണാൻ പറ്റത്തില്ല. Praise the Lord. ഇന്നത്തെ രാത്രി നിന്റെ കുറവുകൾ എപ്പോഴാണ് നിനക്ക് മനസ്സിലാകുന്നതെന്ന് നീ എപ്പോഴെങ്കിലും യേശുവിനെ അറിയാൻ ശ്രമിക്കുമ്പോഴാണ്. എന്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലായത് അങ്ങനെയാ. യേശുവിനെ അറിയുന്നത് വരെ ഞാൻ കരുതിയിരുന്നത് ഞാൻ എല്ലാവരെക്കാളും മിടുക്കനായിരുന്ന, ഞാൻ കരുതിയിരുന്നത് ഞാൻ പറയുന്നതെല്ലാം ശരിയായിരുന്ന. പ്രൈസ് ദി ലോർഡ്. ഞാൻ കരുതിയിരുന്നത് എനിക്ക് എല്ലാവരെക്കാളും കൂടുതൽ ബുദ്ധിയുണ്ടെന്ന, ഞാൻ കരുതിയിരുന്നത് എന്റെ വൈഫിനേക്കാൾ ബുദ്ധി എനിക്കാന്ന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിനെ നീ കാണുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, കാണുക വേണ്ട, യേശുവിനെ കാണുവാനുള്ള ആഗ്രഹം നിന്റെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ നിന്റെ ജീവിതത്തിന്റെ കുറവുകളെ കുറിച്ച് നിനക്ക് ബോധ്യം വരും. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, സക്കായിക്ക് ഒരു മനസ്സിലായി, ഞാൻ ആണിൽ കുറുകിയവനാണ്. ഐ ആം എ ഷോർട്ട് ഗായ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് കണ്ടു കഴിഞ്ഞ് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ അവിടെ നിന്നു. എന്നാൽ പിന്നെ ഒരു സമയത്ത് കാണാമെന്ന് പറഞ്ഞു. ഇല്ല. പ്രൈസ് ദി ലോർഡ്. ദാറ്റ് ഈസ് വാട്ട് ദ മെയിൻ പോയിന്റ്. ഹല്ലേലൂയ. അവന്റെ ഹൃദയത്തിലെ ആഗ്രഹം അത്ര വലുതായിരുന്നു, എനിക്ക് യേശുവിനെ കണ്ടേ മതിയാകും. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ രാത്രി ഹല്ലേലൂയ, നമ്മളിൽ പലരും പലതവണ വചനം കേട്ടിട്ടുണ്ട്, നമ്മളിൽ പലരും പലതവണ കേട്ട വചനങ്ങൾ സത്യമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്നാൽ അതൊക്കെയും പിന്നൊരു സമയത്തേക്ക് നമ്മൾ മാറ്റിവെക്കുക. ഹല്ലേലൂയ. പിന്നൊരു സമയത്തേക്ക് മാറ്റിവെക്കുവാൻ സക്കായി മുതിർന്നില്ല. പ്രൈസ് ദി ലോർഡ്. സക്കായിയുടെ ഹൃദയത്തിൽ കടന്നു വന്ന ആഗ്രഹം സ്വർഗം കൊടുത്ത ആഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ ഹല്ലേലൂയ, അവനെ മുന്നോട്ട് നയിക്കുവാൻ സ്വർഗത്തിന് കഴിയും. ഹല്ലേലൂയ. തന്റെ ഹൃദയത്തിലെ ആഗ്രഹം ഹല്ലേലൂയ അവൻ നിവർത്തിക്കുവാൻ തക്കവണ്ണം അവൻ എന്ത് ചെയ്തു? അടുത്ത വാക്യം പറയുന്നു. ഹല്ലേലൂയ. സ്തോത്രം. എഴുതിയിരിക്കുകയാണ്, വളർച്ചയിൽ കുറുകിയവനാകൊണ്ട് പുരുഷാരം നിമിത്തം കഴിഞ്ഞില്ല. എന്നാൽ അവൻ മുമ്പോട്ട് ഓടി അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിമേൽ കയറി. യേശു ആ വഴി വരികയായിരുന്നു. സക്കായി എന്താ ചെയ്ത്? സക്കായി പെട്ടെന്നൊന്ന് നോക്കി. സക്കായിക്ക് മനസ്സിലായി. സക്കായി ദൂരോട്ട് നോക്കി. യേശു ആ വഴിയെ ഇങ്ങോട്ട് വരികയാണ്. സക്കായിക്ക് മനസ്സിലായി, ഞാൻ ആളെ കുറുകിയവനാ, എനിക്ക് യേശുവിനെ കാണാൻ പറ്റത്തില്ല. ഞാൻ അതുകൊണ്ട് എന്തുവാ ചെയ്യുന്നത്? സക്കായി മുന്നോട്ട് ഓടി. പ്രൈസ് ദി ലോർഡ്. സക്കായി തിരിഞ്ഞു നിന്ന് മുന്നോട്ട് ഓടിയിട്ട് എന്ത് ചെയ്തെന്നറിയാമോ? ഒരു കാട്ടത്തിമേൽ കയറി. അവിടെ ഒരു മിനിറ്റ് നമ്മൾ ചിന്തിക്കണം. മുന്നോട്ട് ഓടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവൻ നിൽക്കുന്നിടത്ത് നിന്നുകൊണ്ട് യേശുവിനെ കാണുവാൻ അവന് കഴിയത്തില്ലെന്ന് പൂർണ്ണ ബോധ്യം അവനുണ്ടായി. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നിന്റെ കുറവുകളിൽ നിന്നുകൊണ്ട് നിനക്ക് യേശുവിനെ കാണാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. You can't expect Jesus to work on your terms. No, Jesus wants you to work on his terms. Praise the Lord. ദൈവം നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ പ്രമാണം അനുസരിച്ച് നീ ജീവിക്കാനാ, അല്ലാതെ നിന്റെ പ്രമാണം അനുസരിച്ച് ദൈവം ജീവിക്കാനല്ല. ഞാൻ ഒരു ചെറിയൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. നമ്മൾ പറയുന്നതനുസരിച്ച് മക്കൾ വളരണമെന്നാണോ? മക്കൾ പറയുന്നതനുസരിച്ച് നമ്മൾ വളരണമെന്നാണോ? ഇവിടെ ഇതിനകത്ത് ഒത്തിരി പേരൻസ് ഇരിപ്പുണ്ട്.
നമ്മുടെ ജീവിതത്തിലെ ആഗ്രഹം എങ്ങനെ? നമ്മൾ പറയുന്നതനുസരിച്ച് മക്കൾ പറഞ്ഞണമെന്നാണോ, അതോ അവർ പറയുന്നതനുസരിച്ച് നമ്മൾ മാറിക്കൊള്ളാമെന്നോ? അതിന് ആൻസർ കൊടുക്കാൻ വേണ്ടി വലിയ ഐക്യമൊന്നും നമുക്ക് വേണ്ട. ഇറ്റ്സ് എ കോമൺ സെൻസ്. പക്ഷെ നമ്മുടെയൊക്കെ ചിന്ത ചെയ്തത് അറിയാമോ? നമ്മൾ പറയുന്നതനുസരിച്ച് ദൈവം മാറിക്കൊണ്ടിരിക്കണം. നമ്മൾ കരയുമ്പോൾ അവൻ കണ്ണുനീരൊപ്പാൻ വരണം, നമ്മൾ ചിരിക്കുമ്പോൾ, അങ്ങനല്ലേ പാട്ടുകാരൊക്കെ പാടുന്നത്. ഈ ലോകം കണ്ടിരിക്കുന്ന ദൈവം അങ്ങനെ, കരയുമ്പോൾ കൂടെ കരയുന്നവൻ, ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കുന്നവൻ. ഐ ടെൽ യു, ബൈബിൾ ഈസ് നോട്ട് ടോക്കിംഗ് അബൌട്ട് എ ഗോഡ് ലൈക്ക് ദാറ്റ്. ദൈവവചനം പറയുന്ന ദൈവം അങ്ങനെയല്ല. ഹി ഈസ് നോട്ട് യുവർ ബഡി, ഹി ഈസ് നോട്ട് മൈ ബഡി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവനൊരു ഫാദറാണ്. ഒരു ഫാദർ ഒരു മകനെ ഒരു മകളെ എങ്ങനെ വളർത്തണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതുപോലെ തൻ്റെ മക്കൾ എങ്ങനെ വളരണമെന്ന് സ്വർഗത്തിനും ഒരു പദ്ധതിയുണ്ട്, സ്വർഗത്തിനും ഒരു പ്ലാനുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മൾ നമ്മുടെ മക്കളോട് അവർ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും നമ്മൾ ഉപദേശങ്ങൾ കൊടുക്കുന്നത് പോലെ സ്വർഗം തരുന്ന ഉപദേശങ്ങൾ മുഴുവനും ഒരു പുസ്തകത്തിൽ എഴുതി നമ്മുടെ കയ്യിൽ തന്നിരിക്കുക. ഇന്നത്തെ രാത്രി എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ഹല്ലേലൂയ, സക്കായിക്ക് കുറവുള്ളവനാണെന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ സക്കായി എന്ത് ചെയ്തെന്നറിയാമോ? ആ കുറവിൽ അവിടെ ഇരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അവൻ മുന്നോട്ടോടി. That means he was leaving, hallelujah, the position where he was before. Praise the Lord. അവൻ എവിടെയായിരുന്നുവോ ആ അവസ്ഥ വിട്ടിട്ട് ഇവിടെ നിന്നുകൊണ്ട് എനിക്ക് യേശുവിനെ കാണുവാൻ കഴിയുകയില്ല, ഇത്രയും കാലം ഞാൻ ഇങ്ങനെയായിരുന്നിട്ട് എനിക്ക് യേശുവിനെ കാണാൻ കഴിഞ്ഞില്ല, ഒരു പ്രയോജനവുമില്ല, എന്റെ ലൈഫ് വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് ഉയരുവാൻ എനിക്ക് കഴിയുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ വിടുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ വിട്ടു ഓടി. എന്നിട്ട് അവിടെ പറയുന്നത് ഒരു കാട്ടത്തിമേൽ കയറിയ, ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് he climbed up into a sycamore tree. Praise the Lord. Sycamore tree എന്ന് പറഞ്ഞാൽ it's a kind of wild fig. നിങ്ങൾ അതിനെക്കുറിച്ച്, ഞാൻ ഇതിനെക്കുറിച്ച് ഈ മെസ്സേജ് തയ്യാറാക്കുന്ന സമയത്ത് ആ ട്രീയെ കുറിച്ച് ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിച്ചു. ആ ട്രീയെ കുറിച്ച് എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? അതൊരു വൈൽഡ് ഫിഗ് ട്രീ ആണ്, അതായത് കാട്ടത്തിയാണ്. അതിലെ പഴങ്ങൾ കൊടുക്കുന്നത് ഈ പന്നിക്കുഞ്ഞുങ്ങൾക്ക്, പന്നിക്കുട്ടികൾക്കൊക്കെ ഫാമിൽ എറിഞ്ഞു കൊടുക്കുന്ന പഴങ്ങൾ കൊടുക്കുന്നതാണ് സിക്കോമർ ട്രീ. അതുകൊണ്ട് തന്നെ യഹൂദന്മാർക്ക് ഈ മരം ഇഷ്ടമല്ല. ഒരു ഇറ്റ്സ് എ സോർട്ട് ഓഫ് ട്രഡീഷണൽ. ഇന്നത്തെ കാലത്ത് കുറച്ചുകൂടെ നമ്മൾ അഡ്വാൻസ്ഡ് ആയെന്ന് പറയാം. അന്നത്തെ കാലത്ത് ഈ മരം നമ്മുടെ പറമ്പുകളിലൊന്നും അവർ വെച്ച് വെക്കത്തില്ല. കാരണം അതൊക്കെ ശപിക്കപ്പെട്ട, പന്നിയെ കുറിച്ച് അറിയാം, നമുക്ക് പിഗിനെ കുറിച്ച് അറിയാം, അതിനെ ശപിക്കപ്പെട്ട മൃഗമായിട്ടാണ് ദൈവവചനത്തെ അവർ അന്ന് കണ്ടുകൊണ്ടിരുന്നത്. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്, പുതിയ നിയമത്തിലല്ല. പുതിയ നിയമത്തെ കുറിച്ചല്ല പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അന്നത്തെ കാലത്തില് ഈ പിഗ് എന്ന് പറയുന്നത് ഒരു ഹല്ലേലൂയ, ഒരു പിന്നെ ഫിൽത്തി അനിമലായിട്ട്, ഒരു ഫോർബിഡൻ അനിമലായിട്ടാണ് കരുതിയിരുന്നത്. അതുകൊണ്ട് അതിന് കൊടുക്കാനായിട്ട് നട്ടു വളർത്തുന്ന ഈ മരത്തെയും അവർ ഡിസ്പൈസ് ചെയ്തിരുന്നു. പ്രൈസ് ദി ലോർഡ്. സോ ദി സിക്കോമർ ട്രീ വാസ് എ despised tree. Praise the Lord. And no, ഒരു യഹൂദനും അതിന്റെ അടുക്കലേക്ക് പോകാൻ ആഗ്രഹിച്ചിട്ടില്ല. Praise the Lord. ഇന്നത്തെ രാത്രി കേൾക്കണമേ. Hallelujah. അപ്പോൾ remember that Zacchaeus was a Jew. Praise the Lord. സക്കായി ഒരു യഹൂദനാണ്. സക്കായി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. എന്തിനാ ഓടുന്നത്? അങ്ങേ അറ്റം വരെ ഓടുകയല്ല, അവന്റെ ഹൃദയത്തിൽ ഒരു പ്ലാൻ ഉണ്ട്. യേശുവിനെ കാണണം, എനിക്ക് എന്റെ യേശുവിനെ കാണണം. അവനിങ്ങനെ ഓടുന്ന സമയത്ത് അവൻ കാണുന്നത് റോഡിന്റെ സൈഡില്, ആ റോഡിന്റെ തിട്ടയില് ഒരു വലിയ കാട്ടത്തിൽ നിൽക്കുന്നു, സിക്കോമർ ട്രീ നിൽക്കുന്നു. ഒരു നിമിഷം അവന്റെ മൈൻഡിലേക്ക് ഇത് പോയി കാണും, ഓ ഇത് കാട്ടത്തിയാണ്, എനിക്ക് ഇതിനകത്ത് പോവാൻ, ഇതിനടുത്ത് പോകുന്നത് ശരിയല്ലല്ലോ, ആരെങ്കിലും എന്നെ കണ്ടാൽ എന്ന് പറയും, ഈ മരത്തേക്ക് വന്ന് നോ. ഹല്ലേലൂയ. ഇന്നത്തെ രാത്രി കേൾക്കണമേ, യേശുവിനെ കാണണമെന്നുള്ള അവന്റെ ആഗ്രഹം എന്ന് പറയുന്നത് അവനെ ആര് നിന്ദിക്കുന്നു എന്നുള്ള വിഷയത്തെക്കാൾ വലുതാണ്. പ്രൈസ് ദി ലോർഡ്. He was going to be, hallelujah, he was willing to be ridiculed, he was willing to be mocked up, he was willing to be humiliated. He had no problem. He was ready to take any pain to see Jesus. Praise the Lord. അവർ എന്ത് ചെയ്തെന്നറിയാമോ? ഡിസ്പൈസ്ഡ് ആയിരിക്കുന്ന, ഹല്ലേലൂയ, വിലയില്ലാത്ത, മനുഷ്യൻ അവഗണിച്ചിരുന്ന ആ മരത്തിൽ ആര് കയറിയെന്നറിയാമോ? സക്കായി കയറി. ഇന്നത്തെ രാത്രി എന്നെ കേൾക്കുന്ന ദൈവവേദനെ, നിനക്ക് യേശുവിനെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും യേശുവിനെ കാണുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ, മനുഷ്യൻ വെറുക്കുന്ന ഈ ലോകം ഡിസ്പൈസ് ചെയ്തിരിക്കുന്ന ഒരു ട്രീയിൽ നീയും കയറണം. ആരാണെന്നറിയാം? ഏതാണെന്നറിയാമോ ആ ട്രീ? ദൈവത്തിന്റെ വചനം. Today the sycamore tree is Bible, the word of God which the world has rejected. Praise the Lord. ദൈവം ലോകം അംഗീകരിക്കാത്ത ഈ വചനമാണ്. Praise the Lord. ലോകത്തിലെ മനുഷ്യൻ ഭോഷത്വം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ വചനമാകുന്ന ട്രീയില് ആർക്ക് കയറുവാനായിട്ട്, ഹല്ലേലൂയ, ആർക്ക് ഇരിക്കുവാനായിട്ട്, ആർക്ക് എത്തുവാനായിട്ട് കഴിയുമോ അവന് മാത്രമേ യേശുവിനെ കാണുവാൻ കഴിയൂ. There is no other way
outside the word of God. Hallelujah. യേശുവിനെ കാണുവാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഒരു മനുഷ്യന്റെ പ്രസംഗം കേട്ടാൽ പറ്റില്ല. Praise the Lord. Hallelujah. ഈ ലോകത്തിന്റെ തിയോളജിയോ ഫിലോസഫിയോ മനസ്സിലാക്കിയാൽ നിനക്ക് കഴിയത്തില്ല. നിനക്കറിയേണ്ടത് ദൈവവചനത്തിലൂടെ യേശുവിനെ കാണുവാൻ നിനക്ക് കഴിയും. Praise the Lord. Zacchaeus was willing to climb up to the despised tree the same way ലോകം റിജക്ട് ചെയ്തിരിക്കുന്നത് ഒരു നാളെ ഞാൻ റിജക്ട് ചെയ്ത ഈ വചനം നിങ്ങൾക്കറിയാമോ? ഞാൻ ആദ്യമായിട്ടൊരു കൂട്ടായ്മയിൽ പോയത് 1999. ഹല്ലേലൂയ. ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങിയത് എനിക്ക് തോന്നുന്നു 15-16 വയസ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏതാണ്ട് ഒരു 18 വയസ്സൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അന്ന് പോയിക്കൊണ്ടിരുന്ന ചർച്ചില്, ഓർത്തഡോക്സ് ചർച്ചില്, ഹല്ലേലൂയ, അനേക പള്ളികളിലൊക്കെ പോയി ഞാൻ പ്രസംഗിക്കുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പ്രസംഗിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ വചനമല്ല, എനിക്ക് ചില പുസ്തകങ്ങളുണ്ട്, ചിലർക്ക് എഴുതിയ പുസ്തകങ്ങൾ, അതൊക്കെ വായിച്ചിട്ട് എന്റെ ചില നർമ്മരസങ്ങളൊക്കെ ചേർത്ത് കഥകളൊക്കെ ചേർത്ത് ഞാൻ പ്രസംഗിക്കുമായിരുന്നു. കർത്താവ് ഇലോക്വൻസ് അങ്ങനൊരു സ്കിൽ എനിക്ക് തന്നിരുന്നത് കൊണ്ട് പ്രൈസ് ദി ലോർഡ് പ്രസംഗിക്കുവാൻ എനിക്ക് ദൈവം തമ്പുരാൻ കൃപ തരുമായിരുന്നെന്ന് എന്റെ പ്രസംഗം കേട്ട് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളോട്. ചിലരൊക്കെ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. പക്ഷേ മൈ ലൈഫ് വാസ് ഡിഫറെന്റ്. What I am preaching and what I am living for is entirely different. Praise the Lord. ഞാൻ ദൈവത്തെ അറിഞ്ഞിരുന്നില്ല. ദൈവവുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ലായിരുന്നു. ഈ വചനവുമായിട്ടൊരു ബന്ധവും എനിക്കില്ലായിരുന്നു. നിങ്ങൾക്കറിയാമോ, അങ്ങനെ ഇരുന്ന സമയത്താണ് ബഹ്റൈനിൽ വെച്ച് ഞാൻ ഒരു കൂട്ടായ്മയിലേക്ക് പോയത്. Praise the Lord. ഹല്ലേലൂയ. ഞാൻ പറയാൻ വന്നത് ഇതാണ്, ആ കൂട്ടായ്മയിൽ എല്ലാവരും ബൈബിൾ കൊണ്ടുവരുമ്പോൾ ബൈബിൾ കൊണ്ടുവരാത്ത ഒരൊറ്റ വ്യക്തിയുള്ളായിരുന്നു ഞാനായിരുന്നു. Praise the Lord. എല്ലാവരും കൈയടിച്ച് പാടി തങ്ങളുടെ ദൈവത്തെ വാഴ്ത്തുമ്പോൾ കൈ പൊക്കാതെ കൈയടിക്കാതിരിക്കുന്ന ഒരൊറ്റ വ്യക്തിയുള്ളായിരുന്നു ഞാനായിരുന്നു. Praise the Lord. കാരണം എന്താണെന്നറിയാമോ, ഈ സിക്കോമർ ട്രീ ഉണ്ടല്ലോ, ഈ കാട്ടത്തി വൃക്ഷമുണ്ടല്ലോ, എനിക്ക് കൈയെ കൊണ്ട് നടക്കാൻ നാണമായിരുന്നു. Praise the Lord. ആൾക്കാർ എന്ത് പറയും എന്നെ കണ്ടിട്ട്, ഈ ബൈബിളും കൊണ്ട് നടക്കുന്നത്? Praise the Lord. ഇന്നത്തെ രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ വചനമില്ലെങ്കിൽ ഞാനില്ല. Praise the Lord. എന്നെ ഉയർത്തുന്നവൻ അവിടുന്നാണ്, എന്നെ കരുതുന്നവൻ അവിടുന്നാണ്. തന്റെ കരങ്ങളിൽ എന്നെ ഉയർത്തിയത് ഈ വചനമാണ്. Praise the Lord. എനിക്ക് ജീവൻ തന്നത് ഈ വചനമാണ്. Praise the Lord. സക്കായിയെ യേശുവിനെ കാണിച്ചു കൊടുത്തത് ആ കാട്ടത്തിയാണ്. Praise the Lord. സക്കായിക്ക് യേശുവിനെ കാണുവാൻ മുഖാന്തരമായി തീർന്നത് ആ കാട്ടത്തിയാണ്. ആ കാട്ടത്തി അവിടെ നിന്നില്ലായിരുന്നുവെങ്കിൽ സക്കായി മുന്നോട്ട് ഓടിക്കൊണ്ടേയിരിക്കുമായിരുന്നു യേശുവിനെ അന്വേഷിച്ച്. ഹല്ലേലൂയ. സ്തോത്രം. ഇന്നത്തെ രാത്രി മനസ്സിലാക്കേണ്ട ഒരു സത്യം, സക്കായി കാട്ടത്തിമേൽ കയറി. അവിടെ ഒരു വലിയ ആത്മീയ അർത്ഥമുണ്ട്. He climbed up higher. He climbed up higher to overcome his shortcoming. You understood what I mean? അവൻ കുറുകിയവനാണെന്നുള്ള, അവൻ ചെറിയവനാണെന്നുള്ള കുറവ് തീർക്കാൻ he climbed up higher. ഇന്നത്തെ രാത്രി എന്നെ കേൾക്കുന്ന ദൈവമേ, ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നതാണ് climb up higher. Climb up higher. ഞാൻ 35 വർഷം കൊണ്ട് ക്രിസ്ത്യാനിയാണെന്ന് നീ പറയുന്നുണ്ടല്ലോ. 35 വർഷം മുമ്പ് എങ്ങനെയായിരുന്നു? അങ്ങനെ തന്നെയാണ് നീ ഇപ്പോഴും ഇരിക്കുന്നത്. The Lord is asking you to climb up higher. Climb up higher. എനിക്കൊരു മോനുണ്ടായി, ഷോണും സ്റ്റീവും കൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ മോൻ എപ്പോഴും പ്രൈസ് ദി ലോർഡ് വർഷങ്ങൾ കഴിയും തോറും പഴയതുപോലെ തന്നെ ഇരിക്കുകയാണെങ്കിലോ അവൻ വളരുന്നില്ലെന്ന് വെച്ചാൽ പ്രായം കൂടിക്കൊണ്ടിരിക്കുക. നമ്മൾ അങ്ങനത്തെ കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടിട്ടില്ലേ? പ്രൈസ് ദി ലോർഡ്. 25-30 വയസ്സുണ്ട്, പക്ഷെ ആളെന്ന് പറഞ്ഞാൽ ഡ്വാർഫ് പോലെ 3 അടി 2 ഇഞ്ച് നീളം, കഴിക്കുന്നത് പൊടിക്കുഞ്ഞിന് കൊടുക്കുന്ന പോലെ കുറുക്കോ അല്ലെങ്കിൽ ലിക്വിഡായിട്ടുള്ളതോ വല്ലതോ. ഏതെങ്കിലും പേരൻസ് ഒരു കുഞ്ഞ് അങ്ങനെ ആകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടോ? 25 വയസ്സുള്ള ഒരു കുഞ്ഞ് 25 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിയോ ആയിത്തീരാൻ ആഗ്രഹിക്കുന്നത്. പ്രായം കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ബുദ്ധി വളരണം, പ്രായം കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ശരീരം വളരണം, പ്രായം കൂടുന്നതനുസരിച്ച് അതിൻ്റെ വിവേകം വളരണം. ഇത് നമ്മൾ പേരൻസ് ആഗ്രഹിക്കുന്നുണ്ടോ? ദൈവം ഇങ്ങനെ ആഗ്രഹിക്കുന്ന ഈ തെറ്റുവല്ലോ ഉണ്ടോ? ഉണ്ടോ? ചിലർ പറയും ഞാൻ 15 വർഷം മുമ്പ് ബോൺ അഗെയിൻ ആയത്. വെരി ഗുഡ്. നിനക്കിപ്പോൾ 15 വയസ്സ് പ്രായമുണ്ട്. 15 വയസ്സ് പ്രായമുണ്ടെങ്കിൽ അല്ലെങ്കിൽ 25 വയസ്സ് പ്രായമുണ്ടെങ്കിൽ 25-30 വയസ്സുള്ള ഒരാളിനെ കുറിച്ച്, ഒരു മോനെ കുറിച്ച് ഞാൻ എന്ത് ആഗ്രഹിക്കുന്ന അറിയാമോ? എൻ്റെ മോന് വിവാഹം കഴിക്കണം, വിവാഹം കഴിച്ചിട്ട് അവനും മക്കളുണ്ടാവണം. നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെയല്ലേ? ദൈവം ആഗ്രഹിക്കുന്ന അതാ. 15 വയസ്സ് വർഷത്തിന് മുമ്പ് നീ യേശുവിനെ അറിഞ്ഞവനാണെങ്കിൽ ഈ 15 വർഷം കൊണ്ട് നീ യേശുവിനെ കുറിച്ച് ഒത്തിരി പഠിച്ചിട്ട് മറ്റനേകർ നിന്നിലൂടെ ഉണ്ടാകണം, ആത്മീയ മക്കൾ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് മേക്ക് ഡിസൈപ്പിൾസ് ഓഫ് ദി നേഷൻ. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ളവരെ ശിഷ്യരാക്കണമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അതാണ് ഒരു മച്ചുവേർഡ് തിങ്കിങ്. ക്ലൈംബ് അപ്പ് ഹൈയർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഞാൻ കൊടുക്കുന്നുണ്ടോ, അതോ ഞാൻ എന്നും ഈ 3 അടി 2 ഇഞ്ച് തന്നെ നിൽക്കുകയാണോ? പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ രാത്രി എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, am I growing up spiritually?
ഹല്ലേലൂയ. വേണ്ടുമ്പോൾ ഞാൻ വളരുന്നുണ്ടോ? വളരണമെന്നുണ്ടെങ്കിൽ ആഹാരം വേണം. പ്രൈസ് ദി ലോർഡ്. ആഹാരം കഴിക്കാതെ ഒരു കുഞ്ഞിന് വളരാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഒരു ആത്മീയ ജീവിതത്തിൽ ആത്മാവ് വളരുന്നതിനുള്ള ആഹാരമാണ് ദൈവവചനം. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ രാത്രി എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ഈ ദൈവവചനത്തിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇന്ന് ഈ ലോകത്ത് പലതുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്റർനെറ്റിനകത്ത് മെസ്സേജുകളുണ്ട്. തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. അനേക മെസ്സേജുകൾ അനുഗ്രഹത്തിന് മുഖാന്തരമാണ്. പക്ഷേ ഹല്ലേലൂയ, ഈ മെസ്സേജുകൾ മാത്രം നീ നോക്കിക്കൊണ്ടിരുന്നാൽ, ഈ മെസ്സേജുകൾ മാത്രം നീ കേട്ടുകൊണ്ടിരുന്നാൽ വേറൊരു വിഷയമുണ്ട്. വാരി കൊടുക്കുന്ന ഒരു കുഞ്ഞിന്റെ കൂട്ടായി പോകും. ഹല്ലേലൂയ. സ്റ്റീവിന് ഇപ്പൊ 12 വയസ്സുണ്ട്. ഇപ്പോഴും ഞാനൊരു വാരി കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഉള്ളിൽ തന്നെ പറയും, ഈ ചെറുക്കൻ ഇത്രയും വലുതാണ്, അപ്പൻ എത്രയും ഇപ്പോഴും വാരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവന്റെ പ്രായത്തിൽ അവനെ കുറിച്ച് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് തന്നെത്താനെങ്കിലും വാരി കഴിക്കണം. ഭക്ഷണമൊന്നും ഉണ്ടാക്കണ്ട എങ്കിൽ തന്നെയും തന്നെത്താനെങ്കിലും വാരി കഴിക്കണം. നിങ്ങൾക്ക് മനസ്സിലായോ? ദൈവവചനം സ്വന്തം കണ്ണുകൊണ്ട് നീ വായിക്കുന്നതും ദൈവവചനം തിരിച്ചു മറിച്ച് അത്ഭുതം ഹല്ലേലൂയ ഇത് പഠിക്കുന്നതും ഒരു മെസ്സേജ് കേൾക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം അതാ. മെസ്സേജ് കേൾക്കരുതെന്നല്ല പറയുന്നത്. സ്നേഹത്തോടെ അപ്പനും അമ്മയും ഇരിക്കുമ്പം മക്കൾക്ക് വാരി കൊടുക്കും. അത് 35 വയസ്സായാലും വാരി കൊടുക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷേ എപ്പോഴും ഈ വാരി തരുന്നത് മാത്രം കഴിക്കാൻ എന്റെ കേൾക്കുന്ന ദൈവപൈതലേ നീ ആഗ്രഹിക്കരുത്. നിന്റെ കണ്ണുകൊണ്ട് തന്നെ take some effort. Take some time with the word of God in your own hand. Praise the Lord. Hallelujah. കാരണം എന്തെന്നറിയാമോ? ഈ മെസ്സേജ് കേട്ടാൽ നീ അറിവിൽ വർദ്ധിച്ചേക്കാം. അതുകൊണ്ട് മറ്റാർക്കും പ്രയോജനമില്ല. എന്നാൽ നീ തന്നെ അന്വേഷിച്ചത് കണ്ടെത്തുകയാണെങ്കിൽ അനേകർക്ക് ഇത് പറഞ്ഞു കൊടുക്കുവാൻ, അനേകരെ പഠിപ്പിക്കുവാൻ ഈ മെസ്സേജ് തരുന്ന ഒരു വ്യക്തിയെ പോലെ തന്നെ നാളത്തെ സമയത്ത് നീ മെസ്സേജ് കൊടുക്കുന്നവനായി തീരും. Praise the Lord. ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. എന്റെ കർത്താവ് എന്നോട് പറഞ്ഞു തന്ന കാര്യമാണ്. അവൻ എന്നോട് ഇത് പറഞ്ഞു തന്നോ അന്ന് മുതലാണ് ഞാൻ ഈ വചനം പഠിക്കാൻ തുടങ്ങിയത്. പ്രൈസ് ദി ലോർഡ്. വചനം പഠിക്കാൻ തുടങ്ങിയപ്പോൾ പല കാര്യവും എനിക്ക് മനസ്സിലായി. ഞാൻ കേൾക്കുന്ന മെസ്സേജുകൾ പലതും ദൈവവചന പ്രകാരം അല്ലെന്ന് എനിക്ക് മനസ്സിലായി. മനസ്സിലായ കാര്യങ്ങൾ നീ വചനത്തിൽ അന്വേഷിക്കുമ്പോഴാണ് യഥാർത്ഥ സത്യമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവവേദനയെ ഈ കേൾക്കുന്ന മെസ്സേജുകൾ കേൾക്കരുതെന്നല്ല എൻ്റെ അർത്ഥം. ഡു യു സ്പെൻഡ് ടൈം വിത്ത് ദ ലോർഡ്, വിത്ത് ദ വേർഡ്. പ്രൈസ് ദി ലോർഡ്. ക്ലൈംബ് അപ്പ് ഹയർ. കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നീ ഹല്ലേലൂയ കയറി വരിക, കയറി വരിക. വെളിപ്പാട് പുസ്തകത്തിനകത്ത് യോഹന്നാനോട് സ്വർഗം പറയുന്നത് കയറി വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ കയറി വരിക. ഒരിക്കലും നമ്മൾ ആയിരിക്കുന്നിടത്ത് നിൽക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ വളരാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. വളരണമെങ്കിൽ നമുക്ക് ഭക്ഷണം വേണം. ആ ഭക്ഷണം ഈ ദൈവവചനമാണ്. ഈ ദൈവവചനം ഭക്ഷിക്കാതെ നമുക്ക് വളരാൻ ഒക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് ടേക്ക് സം എഫോർട്ട്. നീ ഭക്ഷണം കഴിക്കണമെങ്കിൽ നീ കൈ ഉപയോഗിക്കണം. പ്രൈസ് ദി ലോർഡ്. അത് ഏതാണ് നല്ല കൂട്ടാനെന്നും നല്ല കറി ഏത് സൈഡ് ഡിഷാണ് ഏത് മെയിൻ ഡിഷാണ് നല്ലതെന്ന് വെച്ചാൽ നീ അതിനെ കൈകൊണ്ട് എടുത്തിട്ട് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. പക്ഷെ വാരി കൊടുക്കുമ്പോൾ എന്തോന്നറിയാമോ? മസാല പരുവത്തിന് എല്ലാ കൂട്ടാനും കറി എല്ലാം കൂടെ ചുരുട്ടിക്കൂട്ടി ഒരു എന്താ പറയുക ഉരുണ്ടയാക്കിയിട്ട് നമ്മുടെ വായിലോട്ടും കയറ്റി വെക്കും. നമുക്ക് വല്ലതും അറിയാമോ ഇതെന്തോ അകത്ത് പോകുന്നത്? ഇല്ല. അതാ കൈകൊണ്ട് വാരി കഴിക്കുന്നതും അതിലെ മറ്റൊരാൾ വാരി തരുന്നതും തമ്മിലുള്ള വ്യത്യാസം. എന്നെ കേൾക്കുന്ന ദൈവവേദനെ ഈ മെസ്സേജ് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നിന്ന് എങ്ങനെയാണ് പ്രാപിച്ചതെന്ന് ദൈവത്തിനറിയാം. ഹല്ലേലൂയ സ്തോത്രം. അതിനെങ്ങനെ ഞാൻ ഇരുന്നുവെന്ന് എനിക്കറിയാം. ആ എക്സ്പീരിയൻസ് യു വിൽ നോട്ട് ഗെറ്റ് ഇറ്റ് അൺലെസ് യു സിറ്റ് ബൈ യുവർസെൽഫ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇന്നത്തെ രാത്രി പോലെ പ്രിയപ്പെട്ടവർ ഒരു തീരുമാനമെടുക്കുക. 1 മണിക്കൂർ ഇരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, അരമണിക്കൂർ ഇരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഒരു 10 മിനിറ്റെങ്കിലും ദൈവത്തിന്റെ വചനത്തിന് മുമ്പായിരിക്കണം. കർത്താവിന്റെ പരിശുദ്ധാത്മാവേ എന്നെ ഈ വചനം നീ എന്ന് പഠിപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഈ വചനം മറ്റുള്ളവരെ പഠിപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ രാത്രി ഹല്ലേലൂയ സക്കായി ആഗ്രഹിച്ചതുപോലെ ഉയരത്തിൽ അവൻ കയറി. പ്രൈസ് ദി ലോർഡ്. എന്തിനെന്നറിയാമോ? യേശുവിനെ കാണുവാൻ. ഹല്ലേലൂയ. അവന്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റമുണ്ടായി. He climbed up higher. എന്നിട്ട് അവൻ അവിടെ ഇരിക്കുക. എവിടെയായിരിക്കുന്നത് ഇപ്പൊ സക്കായി? എനിക്ക് തോന്നുന്നു ആദ്യം ആഗ്രഹം തോന്നിയിടത്തുനിന്ന് എനിക്ക് തോന്നുന്നു ഒരു 1/2 കിലോമീറ്റർ വല്ല ഓടിക്കാണും പുള്ളി. അല്ലെങ്കിൽ 1/2 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 100 യാർഡ് ഒരു 100 യാർഡ്സ് എങ്കിലും ഓടിയിട്ട് ഒരു കാട്ടത്തിന് കയറി ആശാനിക്കിരിക്കുക. പുള്ളിക്ക് ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ. എന്തോന്നറിയാമോ? യേശുവിനെ കാണണം. ആ ബ്രാഞ്ചിന്റെ ഏതെങ്കിലും മണ്ടയ്ക്ക് കയറിയിരുന്ന് സക്കായിക്കും സ്വർഗത്തിലെ ദൈവത്തിനും മാത്രം അറിയാൻ സക്കായി അവിടെ ഇരിപ്പുണ്ടെന്ന് പറയും. ഇല മാറ്റിയിട്ട് അതിനിടയിൽ കൂടെ താഴോട്ട് നോക്കിയിരിക്കുക. എന്തിനാണെന്നറിയാമോ? യേശുവിനെ കാണാൻ പറ്റിയ സ്ഥലമാണ്. ഹല്ലേലൂയ. സക്കായിയെ നിന്റെ ഹൃദയത്തിൽ ഈ ആഗ്രഹം വരുന്നതിന് മുമ്പേ പ്രൈസ് ദി ലോർഡ്. ഓ നീ എന്നെ കാണുവാൻ ഹല്ലേലൂയ മുന്നോട്ട് ഓടുന്നത് നീ ബന്ധപ്പാട് സഹിച്ച് നിന്റെ സോഷ്യൽ സ്റ്റാറ്റസ് ഒരു ഇൻകം ടാക്സ് കമ്മീഷൻ വലിഞ്ഞു കയറിയിരിക്കുന്ന ഒരു പ്രീച്ചറിനെ കാണാൻ വേണ്ടി എവിടെ? കാട്ടത്തിയുടെ മണ്ടയ്ക്ക്. കാണുന്നവരെന്തേലും പറയുമോ? ഓക്കെ, ഒരു ഫിലിം സ്റ്റാറിനെ കാണാൻ ഓടിയെന്ന് പറഞ്ഞ നാട്ടുകാർ പറയും ആ കുഴപ്പമില്ല അവന് ഓക്കെ.
ഒരു നല്ല ഗായികയെ കാണാൻ അത്രയും പൈസയും ബുദ്ധിമുട്ടി എടുത്ത് അല്ലെ ലീവും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോയെന്ന് പറഞ്ഞാൽ കേൾക്കാൻ ഒരു സുഖമുണ്ട്. ഈ ഒരു പ്രീച്ചർ, ഒരു തച്ചനെ കാണാൻ, ഒരു ഇൻകം ടാക്സ് കമ്മീഷണർ ഇത്രയൊക്കെ ഓടി അവർ കാട്ടത്തിനോ കയറിയിരിക്കുക എന്ന് പറഞ്ഞാല് അത് ബുദ്ധിമുട്ടല്ലേ? എന്താ കേൾക്കാൻ ഒരു സുഖമില്ലല്ലോ. സക്കായിയെ നീ അത് ചെയ്തപ്പോഴേ ബദ്ധപ്പാട് സഹിച്ച് ആ കാട്ടത്തിന്മേൽ വലിഞ്ഞു കയറി. ലോകത്താരും നിന്നെ കണ്ടില്ല, പക്ഷേ ദൂരെ നിന്ന് നടന്നു വന്ന ക്രിസ്തു നിന്നെ കണ്ടു. കാട്ടത്തിയുടെ താഴെ വന്നിട്ട് യേശു മുകളിലേക്ക് നോക്കി പറഞ്ഞു, സക്കായിയെ വേഗം ഇറങ്ങി. ഓ വാട്ട് ആൻ അമേസിംഗ് ജീസസ്. ഓ ഹല്ലേലൂയ. ലോകം നിന്നെ കാണത്തില്ല. പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ പ്രസംഗകൻ നിന്റെ ഹൃദയത്തെ അറിയുന്നില്ല. എല്ലാരും അവഗണിച്ചിരുന്ന കാട്ടത്തിയെ ലക്ഷ്യമാക്കി ഏത് നിന്ന് സഹിക്കുവാനും ഏത് പരിഹാസം സഹിക്കുവാനും തയ്യാറായി യേശുവിനെ കാണണമെന്നുള്ള ഒരൊറ്റ ആഗ്രഹത്തോടെ നീ ഓടുന്നുവെങ്കിൽ നിന്റെ ഹൃദയത്തിൽ ആഗ്രഹം വരുന്നതിന് മുമ്പേ നിന്നെ കണ്ട യേശു, പ്രൈസ് ദി ലോർഡ്, ഇവിടെ ഇരിക്കുന്ന ആരും അനുഗ്രഹിക്കപ്പെട്ടില്ലെങ്കിലും നീ അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും. നിന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും. നീ യേശുവിന്റെ മഹത്വം കാണണം. ആദിദേവന്റെ രണ്ടാമത്തെ വരവെങ്കിൽ കാഹളം ധ്വനിക്കുമ്പോൾ, ആകാശം കൊടും മുഴക്കത്തോടെ നീങ്ങുമ്പോൾ, പ്രധാന ദൂതന്റെ കാഹള ധ്വനിയോടെ, അനേക സഹലിയ ദൂതന്മാരുടെ അകമ്പടിയോടെ, വിശുദ്ധന്മാരോടുകൂടി അവൻ മധ്യാകാശത്തിൽ വരുമ്പോൾ, ഈ ഭൂമിയിൽ നിന്ന് ആരും ഉയർത്തപ്പെട്ടില്ലെങ്കിലും യു വിൽ ബി റാപ്ചേർഡ്, നീ ഉയർത്തപ്പെടും. കാരണം എന്തെന്നറിയാമോ? നിന്റെ ഹൃദയത്തിൽ തോന്നിയ ആഗ്രഹമുണ്ടല്ലോ, ഹല്ലേലൂയ, അവിടെ തന്നെ കുഴിച്ചിടാതെ യു വെന്റ് ഫോർ എ സെക്കൻഡ് സ്റ്റെപ്പ്. നീ അടുത്ത ഒരു സ്റ്റെപ്പിന് വേണ്ടി പോയി. ഇന്നത്തെ രാത്രി അവന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം തീർക്കുവാൻ യേശു വന്നു. യേശു ഒരിക്കലും സക്കായി ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സക്കായി ഇതുവരെ യേശുവിനോട് സംസാരിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ പുത്രൻ, ഹല്ലേലൂയ, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പേര് ചൊല്ലി വിളിക്കുന്നവൻ, ഭൂമിയിലെ പൂഴിയെ, ഹല്ലേലൂയ, തന്റെ നാഴിയിൽ കൊള്ളിക്കുന്നവൻ, സമുദ്രത്തിലെ വെള്ളത്തെ ഉള്ളം കൈകൊണ്ട് അളക്കുന്നവൻ, ഹല്ലേലൂയ, മലകളെയും കുന്നുകളെയും തന്റെ തുലാസിന്റെ തൂക്കി നോക്കുന്ന ദൈവത്തിന്റെ പുത്രൻ ഉയരത്തിലിരിക്കുന്ന സക്കായിയുടെ പേര് ചൊല്ലി താഴേക്ക് വിളിച്ചു. സക്കായി മേളിൽ നിന്ന് ഞെട്ടിക്കാണു. എവിടുന്നാ ഈ വിളി കേട്ടതെന്ന്. ഓ, സക്കായിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. യേശു എന്നെ വിളിക്കുന്നോ? എന്റെ പേര് യേശുവിന് എങ്ങനെ അറിയാം? ഇവിടെ ഇരിക്കുന്ന എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്റെ പേര് മാത്രമല്ല നിന്റെ ജീവിതം മുഴുവനും യേശുവിനറിയാം. പ്രൈസ് ദി ലോർഡ്. നീ എങ്ങനെയായിരിക്കുന്നുവെന്ന് യേശുവിനറിയാം. പ്രൈസ് ദി ലോർഡ്. ഈ ഭൂമിയിൽ, ഹല്ലേലൂയ, നീ ഏതവസ്ഥയിലായിരിക്കുന്നുവെന്ന് യേശുവിനറിയാം. നിനക്ക് തന്ന അവസരങ്ങൾ യേശുവിനറിയാം. നീ തള്ളിക്കളഞ്ഞ അവസരങ്ങൾ യേശുവിനറിയാം. നിന്റെ കുറവുകൾ യേശുവിനറിയാം. നിന്റെ ബലഹീനതകൾ യേശുവിനറിയാം. പ്രൈസ് ഗോഡ്. ഇന്നത്തെ രാത്രി യേശു സക്കായിയെ പേർ ചൊല്ലി വിളിച്ച ആ കഥയാണ് നമ്മൾ കേൾക്കുന്നത്. സക്കായി, ഓ പ്രൈസ് ഗോഡ്, ചാടി ഇറങ്ങി താഴെ വന്നു. അതിൽ അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? എത്ര മനോഹരമാ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നമ്മളെ പഠിപ്പിക്കുമ്പോഴെന്നറിയാമോ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അവൻ ബന്ധപ്പെട്ടിറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. അപ്പൊ വേറൊരു ഗ്രൂപ്പ് അവിടെ ഉണ്ട്. യേശുവിന്റെ കൂടെ യേശു മാത്രമേ ഉള്ളൂ, ഒരു വലിയ ജനമുണ്ട്. 12 ശിഷ്യന്മാർ കൂടെ ഉണ്ട്. വേറെ ചില അസിസ്റ്റന്റ് ശിഷ്യന്മാർ വേറെ കൂടെ ഉണ്ട്. പിന്നെ കർത്താവിന്റെ കൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണാൻ നടക്കുന്ന വേറൊരു ഗ്രൂപ്പ് ഉണ്ട്. ഇവരെല്ലാവരും ഉണ്ട്. അടുത്ത വാക്യം പറയുന്നത് എങ്ങനെയാണെന്നറിയാമോ? കണ്ടവരെല്ലാം അവൻ പാപിയായ ഒരു മനുഷ്യനോട് കൂടെ പാർക്കുവാൻ പോയി എന്ന് പറഞ്ഞ് പെറുപെറുത്തു. അതിനു മുമ്പിലുള്ള വാക്യം നോക്കാം. അവൻ കാട്ടത്തിമേൽ കയറി യേശു ആ വഴിയായി വരികയായിരുന്നു. അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവരോട് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. സക്കായി ആഗ്രഹിച്ചത് യേശുവിനെ ഒന്ന് കാണാനാണ്. പക്ഷെ യേശു പറഞ്ഞ എന്തോന്നറിയാമോ? നീ ഒന്ന് കാണാനല്ലേ എന്നെ ആഗ്രഹിച്ചത്? ഇന്നത്തെ രാത്രി മുഴുവനും നിന്റെ വീട്ടിൽ ഞാൻ താമസിക്കാൻ പോവാ. നിനക്ക് എന്നെ കാണുവോ, തൊടുവോ, നിനക്ക് എന്ത് എന്നെ ചെയ്യാം. നീ ഒരു നിമിഷം കാണാൻ വേണ്ടി ആഗ്രഹിച്ചത്, എന്നാൽ ഇന്നത്തെ രാത്രി നിന്റെ ഭവനത്തിൽ ഞാൻ പാർക്കുവാൻ പോവുകയാ. യേശു ഇതാകട്ടോ. നീ അവനെ ഒന്ന് കാണാൻ ആഗ്രഹിച്ചാൽ, നിന്റെ ഹൃദയം അവനെ ഒന്ന് ഏൽപ്പിച്ചാൽ, നീ മാത്രമല്ല നിന്റെ ഭവനം മുഴുവനും യേശുവിനെ കാണും. നിന്റെ ഭവനം മാത്രമല്ല, നിന്റെ അയൽവക്കത്തുള്ളവർക്ക് എല്ലാവർക്കും ഓടി വന്ന് യേശുവിനെ കാണാൻ പറ്റും. നിന്റെ ഭവനം യേശുവുള്ള ഭവനമായി മാറും. What an amazing calling. Praise the Lord. സക്കായിയെ നീ വേഗം ഇറങ്ങി വാ, ഇന്ന് രാത്രി നിന്നോട് കൂടെ ഞാൻ പാർക്കേണ്ടതാകുന്നു, നിന്റെ ഭവനത്തിൽ ഞാൻ പാർക്കേണ്ടതാകുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവവചനത്തിൽ മനോഹരമായ ഒരു വചനമുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 16:31 തോന്നുന്നു. അതിലെ പറയുന്നു, നീ യേശുവിൽ വിശ്വസിക്കുക, നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്.
അങ്ങോട്ട് വചനമില്ലേ? നീ യേശുവിൽ വിശ്വസിക്കുക, നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. നീ ഒരാൾ വിചാരിച്ചാൽ മതി നിന്റെ മൊത്തം തലമുറകളും അനുഗ്രഹിക്കപ്പെടാൻ. ഹല്ലേലൂയ. തലമുറകൾക്ക് വേണ്ടി എന്തെല്ലാം ഭാരങ്ങളാണ് നമ്മൾ സഹിക്കുന്നത് എന്ന് ഓർത്ത് നോക്കിയേ. പ്രൈസ് ദി ലോർഡ്. മക്കൾ 25-30 വയസ്സായാലും അവരെ കരുതാൻ നമ്മൾ എത്രമാത്രം ഭാരപ്പെടുന്നുണ്ട്. ആഹാരം അവർക്ക് വെച്ചു കൊടുക്കാം. ഹല്ലേലൂയ, സ്തോത്രം. അവർക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ അവരെ നമ്മൾ സഹായിക്കും. അവർക്ക് വേണ്ടി കണ്ണുനീരോടിരുന്ന് പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. അതൊക്കെ പോട്ടെ, അവർക്ക് മക്കളുണ്ടായാൽ അവർ ജോലിക്ക് പോവാണെങ്കിൽ ഈ മക്കളുടെ ബേബി സിറ്റിങ്, എന്തെല്ലാം വിഷയങ്ങളാണ് മക്കൾക്ക് വേണ്ടി നമ്മൾ കരുതുന്നത്. ആഹാരം നമ്മൾ കഴിക്കാതെ അവർക്ക് വെച്ചു കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മക്കളെ കരുതുന്നു. അതിനുവേണ്ടിയാ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. സത്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. മക്കളെ നമ്മൾ എന്തെല്ലാം കൊടുത്ത് കരുതുകയാ. പ്രൈസ് ഗോഡ്. ഇവിടെ ഹല്ലേലൂയ കർത്താവ് പറയുന്നു, ഹല്ലേലൂയ, ഓ നിന്റെ കുടുംബത്തെ കുടുംബം രക്ഷ പ്രാപിക്കാൻ പോവുകയാണ്. സാൽവേഷൻ ഷാൽ കം ടു യുവർ ഹോം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ വീടിന് രക്ഷ വരികയാണെന്ന് കർത്താവ് അടുത്ത വാക്യങ്ങളിൽ പറയുന്നുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവമേ, ഈ മക്കൾക്ക് നമ്മൾ എല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷെ റിമെമ്പർ വൺ തിങ്, ഈ കൊടുക്കുന്നതൊക്കെയും എർത്തിലിയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ഏത് പേരൻസിന് പറയാൻ കഴിയും, 10 വർഷം കഴിഞ്ഞാൽ അല്ല ഈ ദിവസം ഈ സമയം എൻ്റെ മോൻ അല്ലെങ്കിൽ എൻ്റെ മോൾ എങ്ങനെയായിരിക്കും? ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല. കാലസമ്പൂർണതയില് നമുക്ക് ദൈവം ഈ ഭൂമിയിൽ തന്ന സമയം കഴിയുമ്പോൾ നമ്മൾ ഓരോരുത്തരായി ഭൂമി വിട്ടു പോകും. മക്കളെ ഇവിടെ വിട്ടിട്ട് അവരെങ്ങനെ ജീവിക്കുന്നു, അവരുടെ മക്കൾ എങ്ങനെ ജീവിക്കുന്നു നമ്മൾ അറിയുന്നില്ല. നമ്മൾ അധ്വാനിച്ചത്, നമ്മൾ പ്രയത്നിച്ചത്, നമുക്ക് അവർക്ക് വേണ്ടി കൊടുത്തത്, അത് അവരെങ്ങനെ ഉപയോഗിക്കുന്നു, നഷ്ടപ്പെടുത്തുന്നുണ്ടോ, അവരത് ജീവിക്കുന്നുണ്ടോ നമ്മൾ അറിയുന്നില്ല. ദൈവവചനം പറയുന്നു, അവരുടെ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, അവർ തങ്ങളുടെ നിക്ഷേപം തങ്ങളുടെ മക്കൾക്ക് വെച്ചേച്ചു പോകുന്നു, ആരനുഭവിക്കുമെന്ന് അറിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഈ ഭൂമിയിൽ നിന്റെ മക്കൾക്ക് വേണ്ടി നീ എന്തെല്ലാം കരുതിയാലും that all will be uncertain without God. Praise the Lord. ദൈവമില്ലാതെ മക്കൾക്ക് വേണ്ടി നമ്മൾ കരുതുന്നെങ്കിൽ, ആരുടെ ഇന്നത്തെ രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരാരെങ്കിലും ഊണില്ലാതെ ഉറക്കമില്ലാതെ ആരുടെ നെഞ്ചിടിപ്പോടെ ഭാരത്തോടെ മക്കളെ പ്രതി മക്കളാണ് സകലതുമെന്ന് കരുതി ഹല്ലേലൂയ ദൈവത്തെ മറന്നുകൊണ്ട് ഹല്ലേലൂയ ഈ ജീവിതം മുഴുവനും മക്കൾക്ക് വേണ്ടി ഹോമിക്കുന്നുവെങ്കിൽ ഇന്നത്തെ രാത്രി നീ ഒരു കാര്യം കേൾക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ കൂടാതെയുള്ള നിന്റെ സകല പ്രയത്നങ്ങളും വൃഥാവിലാണെന്ന് ദൈവവചനം പറയുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്നത്തെ രാത്രി കേൾക്കണമേ, ഈ കുഞ്ഞുങ്ങളെ ഈ വചനത്തിലേക്ക് കൊണ്ടുവരുവാൻ നിനക്ക് കഴിയുമെങ്കിൽ, അവരുടെ നിനക്ക് വീട് കിട്ടുന്ന ചെറിയ സമയങ്ങളിൽ ഈ കുഞ്ഞുങ്ങളോട് ദൈവത്തിന്റെ വചനം നീ അറിയിക്കുന്നുവെങ്കിൽ, അവരുടെ സക്കായി കണ്ട യേശുവിനെ, നിന്റെ ജീവിതത്തെ മാറ്റിയ യേശുവിനെ നിന്റെ കുഞ്ഞുങ്ങൾക്ക് നീ പ്രയോജനപ്പെടുത്തുന്നുവെങ്കിൽ, നിനക്ക് ധൈര്യത്തോടെ നിന്റെ മരണസമയം ഈ ഭൂമിയിൽ നിന്ന് മടങ്ങിപ്പോകാൻ പറ്റും. നിന്റെ മക്കൾ നഷ്ടപ്പെട്ടു പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ രാത്രി ഹല്ലേലൂയ സക്കായി യേശുവിനെ കണ്ടതുകൊണ്ട് സക്കായിയുടെ ഭവനത്തിൽ യേശു എത്തി. പ്രൈസ് ദി ലോർഡ്. സമയമില്ലാത്തതുകൊണ്ട് വേഗം മുന്നോട്ട് പോവുകയാണ്. ചില വിലപ്പെട്ട ചിന്തകളോട് നമ്മൾ കേൾക്കേണ്ടതായിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അങ്ങനെ യേശു പറഞ്ഞു, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ കൂടെ നിന്ന് ആൾക്കാർ പറഞ്ഞത് എന്തോ അവർ പറഞ്ഞതെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. കണ്ടവരെല്ലാം അവൻ പാപിയായ ഒരു മനുഷ്യനോട് കൂടെ പാർക്കുവാൻ പോയി എന്ന് പറഞ്ഞ് പിറുകൊടുത്തു. മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ടാക്സ് കളക്ടേഴ്സിനെ പാപിയായിട്ടാണ് മറ്റുള്ളവരെല്ലാം കണ്ടത്. അപ്പൊ ഈ കൂടെ നടന്നവരുടെ ആരുടെയെങ്കിലും വീട്ടിൽ യേശു പോയിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു കർത്താവ് ഇപ്പൊ 2-3 വർഷമായി ശുശ്രൂഷകൾ തുടങ്ങിയിട്ട് ഈ 3 വർഷം കൊണ്ട് കർത്താവിനെ ഒന്ന് തൊടാൻ നോക്കിയവർ പോലും പലരും തൊട്ട് കാണട്ടെ. കാരണം അത്ര തിരക്കാ. ചുമ്മാ ചെന്നൊരാളെ തൊടാൻ പറ്റുമോ? മാന്താൻ പറ്റുമോ? ഇങ്ങനെ പറ്റത്തില്ലല്ലോ. അപ്പൊ പലരും ആഗ്രഹിച്ചതാ യേശുവിനെ വീട്ടിലൊന്ന് കൊണ്ടുപോകണമെന്നും വീട്ടിൽ കൊണ്ടുപോയി പ്രാർത്ഥിപ്പിക്കണമെന്നും ഒന്ന് അനുഗ്രഹം വഹിക്കണമെന്ന് കരുതുക. പക്ഷെ ആർക്കും പറ്റിയില്ല. എന്നാൽ ഇവിടെ യേശു പറയുക, ഈ പാപിയായ മനുഷ്യനോട് പറയുക, ഇന്ന് നിന്റെ വീട്ടിൽ ഞാൻ പാർക്കേണ്ടതാകുന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിന് എന്താ വ്യത്യാസം എന്നറിയാമോ? ഹല്ലേലൂയ. നമ്മൾ അസൂയപ്പെട്ടിട്ട് യാതൊരു കാര്യവുമില്ല. ചിലരൊക്കെ പറയാറില്ലയോ, 25 വർഷമായിട്ട് ചർച്ച ഞാനിരിക്കുക, ഇന്നലെ വന്ന് അവൻ നിന്ന് ഉപദേശിക്കുന്നതാണില്ലയോ? ചോദിക്കാറില്ലേ? നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ദൈവവചനം പറയുന്നു, മുമ്പന്മാർ അനേകർ പിമ്പന്മാരും മുമ്പന്മാരുമാകും. സീനിയോറിറ്റി ഉള്ളത് ഈ ലോകത്തില്ല. ദൈവത്തിന്റെ സന്നിധി സീനിയോറിറ്റി ഇല്ല. ഹൗ ലോങ് ഹാവ് യു ബീൻ എന്നല്ല കർത്താവ് ചോദിക്കുന്നത്, ഹൗ ആർ യു ടുഡേ? നീ എത്ര കാലം കൊണ്ട് ഇങ്ങനെയായിരിക്കുന്നല്ല, നീ ഇന്നെങ്ങനെയാ? കർത്താവ് കാഹളത്തിന് ചവം വരുമ്പോഴേ, അല്ലെങ്കിൽ നമ്മുടെ മരണം നടക്കുമ്പോഴേ, നമ്മുടെ പാപത്തിലാക്കി ജീവിക്കുന്നതില്ല. കഴിഞ്ഞ 90 വർഷം വിശുദ്ധിയിൽ ജീവിച്ചുകൊണ്ട് ഒരു പ്രയോജനമില്ല. അതുകൊണ്ടാണ് എപ്പോഴും വചനം പറയുന്നത്, ബി റെഡി, ബി വാച്ച്ഫുൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 10 കന്യകമാരുടെ ഉപമ പറയുന്നതാ.
മണവാളം വരുമ്പോൾ ആരാ ഉണർന്നിരിക്കുന്നത്? അവർ മാത്രമേ മണവാളിനോട് കൂടെ പോവുകയുള്ളൂ. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, അവിടെ വലിയൊരു അസൂയയുണ്ട്. കണ്ടവരെല്ലാവരും പറഞ്ഞു യേശു പാപിയായ ഒരു മനുഷ്യൻ്റെ കൂടെ പോയെന്ന്. പക്ഷേ ആ പാപിയായ മനുഷ്യൻ്റെ ഹൃദയത്തിലുണ്ടായ ആഗ്രഹം, യേശുവിനെ കാണുവാനുള്ള തീഷ്ണത, അവൻ ബന്ധപ്പെട്ട് ഓടിയത്, അവൻ്റെ ഹൃദയത്തിൽ അന്നത്തെ ഓഫീസും കളഞ്ഞ്, അന്നത്തെ ജോലിയും കളഞ്ഞ്, തൻ്റെ സ്റ്റാറ്റസും ഒക്കെ മറന്ന് അവൻ ഈ കാട്ടത്തിന്മേൽ വലിഞ്ഞു കയറിയത് ഇത് ആരെങ്കിലും കൂടെ വന്നവർ ചെയ്തിട്ടുണ്ടോ? ഇല്ല. യേശു നോക്കുന്നതിൻ്റെ എക്സ്റ്റേണൽ അപ്പിയറൻസ് അല്ല, അവൻ നോക്കുന്നതിൻ്റെ ഹൃദയം. ഇന്നത്തെ രാത്രി ഹല്ലേലൂയ, ലോകം നമ്മുടെ പുറം നോക്കുന്നു, ദൈവം നമ്മുടെ അകം നോക്കുന്നു. പ്രൈസ് ദി ലോർഡ്. തിരിച്ചറിയണം. ഹല്ലേലൂയ. ഞാൻ വേഗം മുന്നോട്ട് പോകുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അടുത്ത വാക്യം ഒന്ന് നോക്കിയേ. യേശു സക്കായിയുടെ വീട്ടിലെത്തിയില്ല ഇതുവരെ കേട്ടോ. യേശു ഇത് പറഞ്ഞതേ ഉള്ളൂ. അന്നേരം തന്നെ സക്കായി എന്തോ പറയുന്നത് നോക്കിയോ നിങ്ങൾ. സക്കായിയോ നിന്നെന്ന് പറഞ്ഞാൽ എന്തോ പോയിക്കൊണ്ടിരിക്കുകയല്ലേ, അവിടെ നിന്നു. അവിടെ സക്കായി നിന്നിട്ട് പറഞ്ഞു, യേശുവിനോട് പറയാ, എൻ്റെ വീട്ടിൽ വരുന്നതിന് മുമ്പ് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതൊന്നും അങ്ങനൊന്നും എഴുതിയിട്ടില്ല ബൈബിളിൽ, ഞാനത് പാരാഫ്രൈസ് ചെയ്ത് പറയുക. കാരണം എനിക്ക് ചില കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാനുണ്ട്. അവൻ അങ്ങ് എക്സൈറ്റഡ് ആയി. Oh, praise the Lord. He was so excited to receive Jesus to his home. Hallelujah. അവന്റെ ഭവനത്തിലുണ്ട് മക്കൾ, ചിലപ്പോൾ ഒരു 3-4 പിള്ളേരൊക്കെ കാണുമായിരിക്കും ഞാൻ കരുതുക. ഭാര്യയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇവരൊരു വലിയ കമ്മീഷണറോ വലിയ ഉദ്യോഗസ്ഥനാ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഹല്ലേലൂയ, ഈ അപ്പനെ ഈ യേശുവിനെ കൊണ്ട് പോകുന്നതിന് മുമ്പ് യേശുവിനോട് അവിടെ നിന്ന് പറയാം, സക്കായി നിന്നിട്ട് he stood there. He just said to Jesus. എന്താ അവൻ പറഞ്ഞതറിയാമോ? സക്കായിയോ നിന്ന് കർത്താവിനോട്, കർത്താവേ, എന്റെ വസ്തുവകയിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്, വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. യേശു വല്ലോ എന്ന് പറഞ്ഞായിരുന്നു. You know the difference which is made when you approach Jesus. യേശുവിന്റെ സാന്നിധ്യത്തിൽ വരുമ്പോൾ ഒരു മനുഷ്യന് വരുന്ന മാറ്റം ഇതാ. യേശു ഒന്നും പറയണ്ട. ഹല്ലേലൂയ. ഇതാണ് ലിവിങ് അണ്ടർ ലോ ആൻഡ് ലിവിങ് ബൈ ദ സ്പിരിറ്റ് തമ്മിലുള്ള വ്യത്യാസം. ഹല്ലേലൂയ. ലിവിങ് അണ്ടർ ദ ലോ എന്ന് പറഞ്ഞാൽ എന്തോ അറിയാമോ? നമ്മൾ മിനിമം ചെയ്ത് എങ്ങനെയെങ്കിലും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നോക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇഷ്ടമില്ലാത്ത ഒരു ഭാര്യയോട് താമസിക്കുന്നു, ഇഷ്ടപ്പെടുന്ന ഭാര്യയോട് 2 ഭാര്യമാരെന്നുള്ള മീനിങ്ങിലല്ല ഞാൻ പറയുന്നത്. നമുക്ക് വ്യത്യാസം അറിയാൻ പറ്റും അല്ലേ? സ്നേഹിക്കുന്ന ഒരു ഭാര്യയോട് ജീവിക്കുന്നതും എപ്പോഴും അട്ടിയും പിടിയും പാത്രങ്ങൾ എറിയുന്ന ഒരു ഭാര്യയോട് ജീവിക്കുന്നതിനുള്ള വ്യത്യാസമുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ വഴക്കുണ്ടാക്കുന്ന ഒരു ഭാര്യയോട് ജീവിക്കും. ദൈവവചനം പോലും പറയുന്നുണ്ട്, സദൃശവാക്യത്തിൽ പറയുന്നുണ്ട്, വഴക്കുണ്ടാക്കുന്ന ഒരു ഭാര്യയോട് ജീവിക്കുന്നതിനേക്കാൾ പിന്നെ എവിടെ പോയി ജീവിക്കണമെന്ന്? തട്ടുംപുറത്ത്, അതായത് പെരയുടെ ഒരു കോണിന് മോളിൽ പോയി ജീവിക്കുന്നത് നല്ലതാണ് അതിനേക്കാൾ. കാരണം അങ്ങനെ ബാക്കി പറയുന്നുണ്ട്. എവിടെയാണെന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് കഴിഞ്ഞ് എടുത്തു തരാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സബ്ജക്റ്റിൽ നിന്ന് പോകുകയല്ല. ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്നറിയാമോ? ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിന്റെ കർത്താവിന്റെ അടുത്തേക്ക് വരുമ്പോഴേ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, നമുക്ക് സമയം നോക്കത്തില്ല. ഞാൻ പറഞ്ഞത് ഹല്ലേലൂയ, ഇഷ്ടപ്പെടുന്ന ഒരു ഭാര്യയുടെ അടുത്തിരുന്നിട്ട് ആരും വാച്ച് നോക്കത്തില്ല. ഹല്ലേലൂയ. സ്നേഹിക്കുന്ന 2 പേര് തമ്മിൽ ഒരു ഫിയാൻസും ഒരു ആണും പെണ്ണും കൂടെ 2 പേര് ഒന്നിച്ചിരിക്കുകയെന്ന് വെച്ചു. അവരുടെ ചെറുക്കരുന്നുകൊണ്ട് എപ്പോഴും വാച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവർ തമ്മിലുള്ള സ്നേഹത്തിന്റെ ആഴം എന്തുവാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ സ്നേഹിക്കുന്നവരത് വാച്ച് നോക്കത്തില്ല. അവർ 3-4 മണിക്കൂർ ഇരുന്നാലും അവർക്ക് 2 മിനിറ്റ് ഇരുന്നതിൻ്റെ കൂടെ തോന്നത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. They are ready to give the maximum, not minimum. ഇതാ ലിവിങ് അണ്ടർ ലോയും ലിവിങ് അണ്ടർ സ്പിരിറ്റും തമ്മിലുള്ള വ്യത്യാസം. ഹല്ലേലൂയ. ലിവിങ് അണ്ടർ ലോ എന്ന് പറഞ്ഞാൽ എന്തോ അറിയാമോ? കറക്റ്റ് എണ്ണി 10% കൊടുക്കും. 9.9 വരെ വന്നുള്ളൂ. എന്തോ ചെയ്യാനോ 9.9 ഉള്ളൂ. എന്നാൽ ഇതുകൂടെ ഇട്ടിട്ട് പാലുകാരൻ അടുത്ത മാസം കൊടുത്തോളാം, ഇതുകൂടെ ഇട്ടിട്ട് 10 തികച്ച് കൊടുക്കാം. യു ആർ അണ്ടർ ബോണ്ടേജ്. നീ സന്തോഷത്തോടല്ല കൊടുക്കുന്നത്. എല്ലാ ഞായറാഴ്ചയും പോകണം, പോയില്ലെങ്കിൽ എന്തോ പറയും ദൈവം. യു ആർ അണ്ടർ ബോണ്ടേജ്. പ്രൈസ് ദി ലോർഡ്. രാവിലെ ബൈബിൾ വായിക്കാൻ ഇന്ന് മറന്നുപോയി. ഇന്നത്തെ ജീവിതം, ഇന്നത്തെ ഓഫീസ് ശരിയാകുമെന്ന് തോന്നുന്നില്ല. ബൈബിൾ വായിക്കാൻ മറന്നുപോയി. യു ആർ അണ്ടർ ബോണ്ടേജ്. യു ഹാവ് നോ ഫ്രീഡം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് കാര്യം ചോദിക്കട്ടെ, യേശുവിനെ നീ സ്നേഹിച്ചു കഴിയുമ്പോഴുള്ള വ്യത്യാസം എന്തോ അറിയാമോ? 10 നീ നോക്കത്തില്ല, ചിലപ്പോൾ 35 നീ കൊടുക്കുന്ന ആവശ്യമൊന്നുമല്ല. നീ ബോണ്ടേജിലല്ല. ഹല്ലേലൂയ. നീ ബൈബിൾ വായിക്കാൻ സമയം നോക്കിയിരിക്കത്തില്ല. നിനക്ക് എപ്പോഴും അവനോട് കൂടി ഇരിക്കണം. ഹല്ലേലൂയ. നീ ഞാൻ എങ്ങനെ എനിക്കതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയില്ല. ഹല്ലേലൂയ. യേശുവിനെ സ്നേഹിച്ചു കഴിയുമ്പോണ്ടല്ലോ നീ മുന്നമേ എല്ലാം അങ്ങ് ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. There is no force on you. There is no compulsion on you. നിന്റെ മേലൊരു നിർബന്ധവുമില്ല ഇവിടെ. ഹല്ലേലൂയ. സക്കായി പറയുകയാണ്, എനിക്കുള്ളതിന്റെ പകുതി ഞാൻ ആർക്കെങ്കിലും കൊടുത്തോളാം. ഒരു ടാക്സ് കളക്ടർ അങ്ങനെ പറയുക എന്ന് പറഞ്ഞാൽ അത് അത്ഭുതം നമ്പർ 1. അന്നത്തെ കാലത്ത് ടാക്സ് കളക്ടേഴ്സ് മറ്റുള്ളവരുടെ പിടിഞ്ഞു വാങ്ങിക്കുന്ന ആളാണ്. പക്ഷെ സക്കായിയെ കുറിച്ച് അങ്ങനെ ബൈബിളിലെങ്ങും എഴുതിയിട്ടില്ല. പക്ഷെ സക്കായി പറഞ്ഞ് വേറെ അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്തോന്നറിയാമോ? ഞാൻ ആരോടെങ്കിലും ചതിവായിട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ
അതിൻ്റെ അർത്ഥം സക്കായിക്ക് ഓർമ്മയില്ല വാങ്ങിച്ചത്. കാരണം ഹി വാസ് എ റീസണബിൾ മാൻ. അവർ പറയുകയാണ്, അങ്ങനെ ആരെങ്കിലും ഈ ലോകത്തുണ്ടെങ്കിൽ അവർ വന്ന് പറയട്ടെ, ഞാൻ അവർക്ക് 4 ഇരട്ടി മടക്കി കൊടുക്കാം. You know that? This is what difference Jesus made in his life. ഇതേ അധ്യായത്തിന്റെ മുമ്പിൽ 18-ാമത്തെ അധ്യായത്തിൽ വേറെ ചെറുപ്പക്കാരനായി നമുക്ക് കാണാം. 18-ാം അധ്യായം 18 മുതൽ ഒരാളെ കാണാം. ഒരു പ്രമാണി വന്ന് യേശുവിനോട് ചോദിക്കുന്നുണ്ട്, നല്ലവനായ ഗുരു, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? യേശു പറഞ്ഞു, നീ കുല ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയുന്നില്ല, അപ്പനെയും അമ്മയെ സ്നേഹിക്കണം, കർത്താവ് കുറച്ച് കൽപ്പനകൾ പറഞ്ഞു, ഇതൊക്കെ നീ ചെയ്യണം. അപ്പോൾ അവൻ പറഞ്ഞു, ചെറുപ്പം മുതൽ ഞാൻ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ യേശു പറഞ്ഞു, ഒരു കുറവ് നിനക്കുണ്ട്, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രം കൊടുക്കുക, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. അവിടെ വചനം എഴുതിയിരിക്കുക, നിങ്ങൾ പോയി വായിക്കണം. ഇതിന് നേരെ മുമ്പിലത്തെ അധ്യായത്തെക്കുറിച്ചാണ് പറയുന്നത്, 18-ാമത്തെ അധ്യായം. അവിടെ പറയുന്നത്, യേശു അങ്ങനെ പറഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്തെന്ന് അറിയാമോ? അവൻ ദുഃഖിതനായി പോയി. എന്നെ കേൾക്കുന്ന ദൈവമേ, he got offended with what Jesus said. ഹല്ലേലൂയ. യേശു പറഞ്ഞത് കേട്ട് അവൻ offended ആയി. അവൻ എങ്ങോട്ടോ പോയെന്നറിയാമോ? Was he going back to heaven? No, he was on his way to eternal hell. യേശു പറഞ്ഞത്, നിനക്ക് ഒരു കുറവുണ്ട്. He sees through the life of people. Hallelujah. ഞാൻ കാണുന്ന കുറവല്ല, യേശു എന്നിൽ കാണുന്ന കുറവ്. Praise the Lord. Hallelujah. യേശു അവനിലേക്ക് നോക്കിയിട്ട് അവൻ പറഞ്ഞിരിക്കെ, ഞാൻ ഈ കൽപ്പനകളൊക്കെ ചെറുപ്പം മുതലേ ആചരിക്കുന്നുണ്ട്. I am perfect like Paul said. പൗലോസ് പറയുന്നുണ്ട് റോമൻ 7 പറയുന്നത് പോലെ, Hallelujah, എനിക്കൊരു എന്റെ കോൺഷ്യൻസിന് എഗൻസ്റ്റ് ആയിട്ട് ഒന്നുമില്ല. ഈ കൽപ്പനകളൊക്കെ ചെറുപ്പം മുതൽ ഞാൻ ആചരിക്കുന്നുണ്ട്. യേശുവിനെ എന്നെ കണ്ടപ്പോൾ സന്തോഷമായി. യേശു മനസ്സിൽ ഇങ്ങനെ കരുതി കാണും, he could be another apostle. ഒരു അപ്പോസ്തലനാകാൻ യോഗ്യതയുണ്ട്. അവനോട് പറഞ്ഞു, ഒരു കുറവുണ്ട്. അത് പറഞ്ഞില്ല കർത്താവ് ചിന്തിച്ചത് ഇങ്ങനെയാണ്, സ്വർഗരാജ്യത്തിൽ ഉപയോഗിക്കപ്പെടുവാൻ ഒരു വലിയ അപ്പോസ്തലനായി തീരാൻ. പൗലോസ് എങ്ങനെ സകലത ഉപേക്ഷിച്ച് വന്നു, അതേപോലെ തന്നെ പൗലോസിന് ഞാൻ ഇങ്ങനെ കരുതാറുണ്ട്, ഈ മനുഷ്യൻ പോയത് കൊണ്ടായിരിക്കും അവന്റെ സ്ഥാനത്ത് പൗലോസിനെ കർത്താവ് കൊണ്ടുവന്ന് ചിന്തിക്കുന്നുണ്ട്. ഞാനിങ്ങനെ പൗലോസിന്റെ സ്ഥാനത്ത് വരേണ്ട മനുഷ്യനായിരുന്നു അവൻ. അവനോട് പറഞ്ഞു, ഒരു കുറവ് നിനക്കുണ്ട്, നിനക്കുള്ളതൊക്കെ വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് നീ എന്നെ അനുഗമിക്കാൻ. അവിടെ പറഞ്ഞെന്തറിയാമോ? അവൻ ധനം കൂടുതൽ പണമുള്ളവനായതുകൊണ്ട് ദുഃഖിതനായിട്ട് പോയി. യേശു പറഞ്ഞു, എക്സ്ക്യൂസ് മീ 1 minute എന്ന് പറഞ്ഞു. There is no compromise because we have to work on his terms. കർത്താവിന്റെ ടേംസിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. അവിടെ നോക്കിക്കേ, പണം കൊണ്ട്, ഹല്ലേലൂയ, തനിക്കുള്ള ധനസമൃദ്ധി കൊണ്ട് അവൻ സാൽവേഷനെ നഷ്ടപ്പെടുത്തി. ഇവിടെ ഒരു മനുഷ്യനുണ്ട്, സാൽവേഷന് വേണ്ടി തനിക്കുള്ള സകലതും അവൻ നഷ്ടപ്പെടുത്തുന്നു. You know the difference? There we see a person who was not willing to take the second step. Here is a man you are seeing, he is taking the second and third step and further as well. You know that? രണ്ടുപേരും യേശുവിനെ കണ്ടതാ, രണ്ടുപേരും യേശുവിന്റെ അടുത്ത് വന്നതാ. എന്നാൽ ഒരുവൻ നരകത്തിലേക്ക് പോകുന്നു, ഒരുവൻ സ്വർഗരാജ്യത്തിലേക്ക് പോകും. എന്നെ കേൾക്കുന്ന ദൈവവേദനേ, ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്നവർ പോലും അങ്ങനെ ഉണ്ടാകാം, എന്നെ കേൾക്കുന്നവർ പോലും അങ്ങനെ ഉണ്ടാകാം. രണ്ടുപേരും യേശുവിനെ കുറിച്ച് കേട്ടു, രണ്ടുപേരും യേശുവിനെ കുറിച്ച് അറിഞ്ഞു. എന്നാൽ ഒരുവൻ യേശുവിന്റെ വചനം കേട്ട് ഒഫൻഡഡ് ആയി. അവൻ തിരിച്ചുപോയി, പിന്നെ മടങ്ങി വന്നില്ല യേശുവിന്റെ അടുക്കൽ. യേശു പറഞ്ഞത് എന്തോന്നറിയാമോ? ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയോടെ കടക്കുന്നത് എളുപ്പം. It is easy for a camel to get into the eye of a needle than a rich man to get into the kingdom of God. Praise the Lord. Hallelujah. ഒരു ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം ക്യാമൽ സൂചിക്കുഴയിലൂടെ കടക്കുന്നത് എളുപ്പം. അപ്പൊ അവിടെ നിങ്ങൾ 18-ാമത്തെ അധ്യായം വായിച്ചു നോക്കണം. അവിടെ നിന്നവർ യേശുവിനോട് ചോദിച്ചു, then who can be saved? രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയും കർത്താവേ? അപ്പൊ കർത്താവ് പറഞ്ഞു, മനുഷ്യരാൽ അസാധ്യമായിരിക്കുന്നത് ദൈവത്തിന് സാധ്യമാണ്. ദൈവത്തിന് സാധ്യമാണെന്നുള്ളതിന്റെ തെളിവാണ് സക്കായിയുടെ ജീവിതം. Praise the Lord. God made it possible. Praise God. Hallelujah. നിങ്ങൾ അവിടെ കണ്ട്, ഞാൻ അവിടെ അധികം പറയുന്നില്ല. Hallelujah. സമയമായതുകൊണ്ട് ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ സക്കായി ഒരു കൺഫെഷൻ നടത്തി. Praise the Lord. Hallelujah. ഞാൻ അധികമായിട്ട് ആരോടെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാനത് കൊടുത്തു തീർക്കാം. ഇന്നത്തെ രാത്രി അവർ ഏറ്റവും വലുത് യേശുവായി തീർന്നു. Praise the Lord. താൻ കഷ്ടപ്പെട്ട് ഇത്രയും നാൾ സ്വരൂപിച്ച അതിന്റെ പകുതി ഞാൻ പാവപ്പെട്ടവർക്ക് കൊടുത്തോളാം. അത് മാത്രമല്ല, ആരുടെയെങ്കിലും എന്റെ കയ്യിലുണ്ടെങ്കിൽ 4 ഇരട്ടി ഞാൻ തിരിച്ചു കൊടുത്തോളാം. എന്നെ കേൾക്കുന്ന ദൈവത്തിലെ യേശുവിനെ കണ്ടപ്പോൾ നമ്മളിൽ എത്ര പേർക്ക് ഈ പ്രതികരണം ഉണ്ടായി? ഞാൻ യേശുവിനെ കണ്ടു, ഇനിയുള്ള ജീവിതം എന്റെ ജീവിതം ഇങ്ങനെയായിരിക്കില്ല. ആ വ്യത്യാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായില്ലെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ യേശുവിനെ കണ്ടിട്ടില്ല. യേശുവിനെ കാണുന്ന വ്യക്തിയിൽ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ട്. ദാറ്റ് വിൽ ബി എ യു-ടേൺ. അതൊരു യു-ടേൺ ആണ്. Praise the Lord. You turn, about turn.
Praise the Lord. Hallelujah. ഒരു കംപ്ലീറ്റ് അബൌട്ട് ആണ് യേശുവിനെ കാണുമ്പോൾ. Hallelujah. സ്തോത്രം. കോംപ്രമൈസിംഗ് അല്ല. Hallelujah. ലോകത്തെ ഇങ്ങനെ നോക്കി നിന്നവൻ യേശുവിനെ കാണുമ്പോൾ എങ്ങനെ നോക്കുമെന്ന് അറിയാമോ? തിരിഞ്ഞു നോക്കും. ഇങ്ങനെ അബൌട്ട് ഹെഡ്. നമ്മൾ പലരും ചെയ്യുന്നത് എന്താണെന്നറിയാമോ? നേരത്തെ ഇങ്ങനെയായിരുന്നു, യേശുവിനെ കണ്ടതുകൊണ്ട് ഇങ്ങനെ. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? അവിടെയും കാണാം, എനിക്ക് ഇവിടെയും കാണാം. No wonder we can't see Jesus in a million years. അങ്ങനെയുള്ളവരാണ്. അങ്ങനെയുള്ള നമ്മളിൽ പലരുമാണ് യേശുവിന്റെ നാമത്തിന് അപവാദം വരുത്തുന്നത്. നമ്മളെ നോക്കിയാണ് ദൈവവചനം പറയുന്നത്, നിങ്ങൾ നിമിത്തം എന്റെ നാമം ദുഷിക്കപ്പെടുന്നു. എന്നെ കേൾക്കുന്ന ദൈവവചനെ, ഹല്ലേലൂയ, കർത്താവിനെ കാണുവാനുള്ള ആഗ്രഹം സക്കായിയെ രൂപാന്തരപ്പെടുത്തി. അടുത്ത വാക്യം അവസാനിക്കുന്നതിന് അവൻ വീട്ടിൽ പോയി. ആ ഭവനം മുഴുവനും യേശുവിനെ കണ്ടു. ആ ദേശം മുഴുവനും ഒരു പക്ഷേ യേശുവിനെ കണ്ടതാണ്. Praise God. ഹല്ലേലൂയ, സ്തോത്രം. ദൈവവചനം ഇങ്ങനെയാ പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. നിന്റെ ജീവൻ യേശുവിന് കൊടുത്തു കഴിയുമ്പോൾ നിന്റെ കുടുംബം കൂടെ രക്ഷ പ്രാപിക്കും. നമ്മളെല്ലാവരും വടി കൊണ്ട് മക്കളെ നന്നാക്കാനാണ് നോക്കുന്നത്. എന്നെ കേൾക്കുന്ന ദൈവം, നിന്റെ വടി കണ്ട് പേടിക്കുന്ന മക്കള് ഒരു കാലത്ത് നിനക്കെതിരെ നിൽക്കുമ്പോൾ നീ അവരെ കണ്ട് പേടിക്കേണ്ടി വരും. ഈ ലോകത്തിന്റെ പോക്ക് അങ്ങനെയാണ്. പക്ഷെ അവരെ മാറ്റാൻ വേറൊരാൾക്ക് കഴിയും, കർത്താവിന്, അവന്റെ ഹോളി സ്പിരിറ്റിന്. ഞാൻ എൻ്റെ മക്കളോട്, മോനെ അത് നല്ലതല്ലെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞാലും പറയുന്നത് കൊണ്ട് തെറ്റില്ല. നമ്മൾ നമ്മുടെ മക്കളെ ശിക്ഷണത്തെ വളർത്തണം, ദൈവവചനം പറയുന്നുണ്ട്. പക്ഷെ ഞാൻ എത്ര പറഞ്ഞാലും അവർക്കത് തോന്നണമെങ്കിൽ അവരുടെ ഉള്ളിൽ ഹോളി സ്പിരിറ്റ് പ്രവർത്തിക്കണം. പിന്നീട് നമ്മൾ പറയേണ്ട കാര്യമില്ല. ഹല്ലേലൂയ, 4 വയസ്സുള്ള മോളെ, 4 വയസ്സ് വരെ മോളെ പല്ല് തേക്കാൻ പഠിപ്പിക്കുന്നു. ഇവിടെ എന്ത് ബുദ്ധിമുട്ടാണ്. രാവിലെ വലിച്ച് ബെഡിൽ എണീപ്പിച്ചിട്ട് നേരെ കൊണ്ടുവന്നിട്ട് ബാത്റൂമിൽ നിർത്തുന്ന വടി പോലെ അങ്ങ് നിൽക്കും, കണ്ണു തുറക്കത്തില്ല. ശരിയല്ലേ കുഞ്ഞുങ്ങളെ? ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ഒരു ചെറിയ കൊട്ട് കൊടുത്തിട്ടായിരിക്കും കണ്ണു തുറക്കുന്നത്. പല്ല് തേക്കാൻ ബ്രഷ് കയ്യിലെടുക്കണം, അത് പേസ്റ്റ് വെക്കണം, വാ പൊളിക്കാൻ പറയും, ചിലർ വാ പൊളിക്കത്തില്ല, വലിച്ച് വാ തുറന്നിട്ട് അത് കേൾക്കും. 12 വയസ്സുള്ള കുഞ്ഞിനെ ആവശ്യമില്ലുണ്ട്. അന്ന് നമ്മൾ പഠിപ്പിച്ചതൊക്കെ ആളുടെ ഹൃദയത്തിൽ മുമ്പേ പ്രാർത്ഥിച്ചപ്പോൾ ബ്രദർ പറഞ്ഞിട്ടുണ്ട്, കൽപ്പനകൾ ഹൃദയത്തിൽ എഴുതുന്നു. എബ്രായർക്കുള്ള ലേഖനം 8-ാം അധ്യായം 10-ാം വാക്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവം, ഇതിനെ നമ്മളൊരാളെ പഠിപ്പിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ്. ഇഫ് യു ആസ്ക് ദ ലോർഡ് ടു ടീച്ച് ദം, നമ്മൾ പഠിപ്പിക്കേണ്ട നേരായ വഴിയിൽ. ഇന്ന് കേട്ട സങ്കീർത്തനത്തിൽ പറയുന്നില്ല, നാം പോകേണ്ട വഴി അവൻ നമുക്ക് ഉപദേശിച്ചു തരും, തന്നു വഴി നടത്തും. വാട്ട് എ വണ്ടർഫുൾ ലൈഫ് അണ്ടർ ദ ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. ഈ വാക്യങ്ങൾ ഇവിടെ നിർത്തുകയാണ്, സമയമില്ലാത്തതുകൊണ്ട്. ഹല്ലേലൂയ, ഇവിടെ നിർത്താൻ ആഗ്രഹിക്കുക. ഒരിക്കലും കരുതരുത് നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് നമുക്ക് കർത്താവിനെ പ്രസാദിപ്പിക്കാൻ പറ്റുമെന്ന്. നിങ്ങൾ വീട്ടിൽ പോയി വായിക്കേണ്ട ചില ഭാഗങ്ങൾ, റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം പോയി വായിക്കുക, ഗലാത്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം എഴുതി വായിച്ചു നോക്കുക. ഹല്ലേലൂയ, അവിടെ എഴുതിയിരിക്കുന്നത്, ഹല്ലേലൂയ, പ്രമാണങ്ങൾക്ക്, ന്യായപ്രമാണം കൊണ്ട് ഒരു ജഡവും ദൈവത്തിന്റെ സംഗതി നീതീകരിക്കപ്പെടത്തില്ല. നമ്മൾ വെറും കുറെ ബൈബിൾ വായിച്ചത് കൊണ്ടോ പള്ളികളിൽ പോയത് കൊണ്ടോ ദൈവത്തിന്റെ നാമത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ദൈവം പ്രസാദിക്കുമെന്ന്, അതൊക്കെ പഴയ നിയമത്തിലെ ചിന്തകളായിരുന്നു. പുതിയ നിയമത്തിലല്ല. ഇഫ് യുവർ ഹാർട്ട് ഈസ് നോട്ട് ഇൻ ലൈൻ വിത്ത് ഗോഡ്, യു ആർ ഗോഡ്. ഐ ആം ഗോഡ്. മൈ ഹാർട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ്. Hallelujah. We go to live on His terms. The terms are explained over here in this world. Praise God. ഇന്നത്തെ രാത്രി കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. Praise God. കർത്താവിന് വലിയ പ്രവൃത്തികൾ നമ്മളിൽ ചെയ്യുവാനുണ്ട്. We heard about a man who longed to see Jesus. What a wonderful life he had thereafter. What a wonderful life his family had thereafter. He became a saint. He was a sinner. In one moment, he became a saint. Praise the Lord. That is what the difference Jesus makes in your life and in my life as well. ഈ വചനങ്ങളാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ സഹായിക്കും.